ഈ വെബിനാറിന്റെ പ്രോഗ്രാം ഡയറക്ടറും അതുപോലെ തന്നെ താങ്ക്സ് ഗിവിങ്ങിന് തയ്യാറായിട്ടുള്ള പോൾ പടയാട്ടി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഡീഡോ അലക്സ് മാം വളരെ നന്നായിട്ട് തുടർച്ചയായി നമ്മുടെ വെബിനാറുകൾ അവതരിപ്പിക്കുന്ന ഡീഡോ അലക്സ് മാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സർ ഫോർ യുവർ വാം വേർഡ്സ്. നെക്സ്റ്റ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മിസ്റ്റർ ജോൺ ബേബി, പ്രസിഡന്റ് PCT എറണാകുളം, for the presidential address. Sir, the floor is yours. Thank you, Jido. Thank you very much. Sir. Dear Baby Chakravarti sir, Vijayaraman, our secretary, Paul Padayati, our treasurer, Tagsim Madam, our Women's Wing president, Jido Alex, our MC, and all other dignitaries who are present here. A large number of clients who come for counseling is basically complaining about the lack of sleep and the problem related to lack of sleep. Sleep is essential for mental health as well as physical health. And it is very recently, everybody started talking about the gut, which is termed as the second brain. The subject, as Jido Alex said in the beginning, is very, very relevant to our daily life. And it is something very novel subject. And there are very few people like Dr. Chakravarti who can talk about such a subject. I am really, really happy that Dr. Chakravarti sir agreed to give a talk on this subject. I really appreciate his wholehearted mind, his support to our organization, and I really, really welcome also all those who are present here to listen to our distinguished guest, Dr. Chakravarti sir's talk. With this, I conclude my presidential address. Thank you to all those who are present here. You will certainly benefit in today's talk. Thank you all. Thank you, sir, for your inspiring message. ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ മുഹമ്മദ് AM, എക്സിക്യൂട്ടീവ് മെമ്പർ PCTA എറണാകുളം ഡിസ്ട്രിക്ട്, ടു ഇൻട്രൊഡ്യൂസ് ടുഡേസ് സ്പീക്കർ. സർ, ഓവർ ടു യു. കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ എമിനന്റ് സ്പീക്കർ ഡോക്ടർ ബേബി ചക്രവാണി സാർ, PCTA സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ എല്ലാവരുടെയും അഭ്യുദയകാംക്ഷയുമായിട്ടുള്ള ഡോക്ടർ PV ജോസഫ് സാർ, കർമ്മനിരതനായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോൺ ബേബി സാർ, ജനറൽ സെക്രട്ടറി സ്വാഗത പ്രസംഗം ആശംസിച്ച വിജയരാമൻ സാർ, നന്ദി പ്രകാശം നിർവഹിക്കേണ്ട പോൾ പടയാട്ടി സാർ, വിമൻസ് കോർഡിനേറ്റർ തഹസീൻ, MC. എൻ്റെ പേര് AM മുഹമ്മദ്. സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മൾ അനുസ്യൂതമായിട്ട് തുടരുന്ന PCTയുടെ 124 വെബിനാറിലാണ് ഉള്ളത്. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് നല്ല കമ്പീറ്റൻ്റ് എന്ന് പറയുമ്പോൾ കിടയറ്റ വ്യക്തി, നല്ല നോളജും സ്കില്ലും എക്സ്പീരിയൻസും ആറ്റിറ്റ്യൂഡുമുള്ള, അറിവും പ്രവൃത്തി പരിചയവും നൈപുണ്യവും സദ്മനവുമുള്ള ഡോക്ടർ ബേബി ചക്രവാണി സാറിനെയാണ് നമുക്ക് ഇന്ന് സ്പീക്കറായിട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം 2017 മുതൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുസാറ്റില ന്യൂറോ സയൻസിൻ്റെ ഡയറക്ടറാണ്, അക്കാഡമിക് ലീഡറാണ്. അതിനും പുറമെ സെൻബാഗ്, നമുക്കെല്ലാവർക്കും അറിയാം, സെന്റർ ഓഫ് എക്സലൻസ് ഓഫ് ന്യൂറോ ഡിജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, അതിൻ്റെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുസാറ്റില കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ
ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ PhD കരസ്ഥമാക്കിയത് ജർമ്മനിയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അദ്ദേഹം പ്രീ ഡോക്ടറൽ റിസർച്ച് നടത്തുന്നത് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയും അമേരിക്കയിലെ പ്രസിദ്ധമായ വാൻ ആൻഡൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. ഇതിനും പുറമെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ന്യൂറോ ഏജിങ്ങിൽ അദ്ദേഹം അഡീഷണൽ ട്രെയിനിങ് ചെയ്യുന്നു. ബിയോണ്ട് അക്കാഡമിയ അല്ലെ, കലാലയ ജീവിതത്തിന് പുറമെ ആയിക്കൊണ്ട് നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാന പ്രൊജക്റ്റാണ് പ്രജ്ഞ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച്, മസ്തിഷ്ക ആരോഗ്യത്തെക്കുറിച്ച് എന്ത് നല്ലൊരു അവബോധം ഉണ്ടാക്കുക. മറ്റൊരു സുപ്രധാന പ്രോജക്റ്റാണ് ഉദ്ബോധ്. അതായത് 2021 ഈ പ്രോജക്റ്റിന്റെ കീഴിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കൊച്ചിയെ എന്ത് ചെയ്യുക ഡിമെൻഷ്യ ഫ്രണ്ട്ലി സെന്ററായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള പഠന ഗവേഷണങ്ങളും പരിശ്രമങ്ങളും വഴി അദ്ദേഹം എന്ത് ചെയ്യുക ധാരാളം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിനീഫന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സമൂഹമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സർവേശ്വരൻ അദ്ദേഹത്തിന്റെ പഠന പരിശ്രമങ്ങൾ തുടരുവാനും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ രംഗത്തും സാമൂഹിക നവോത്ഥാന രംഗത്തുള്ള പ്രവർത്തികളിലും എന്ത് ചെയ്യുക വിജയക്കൂടി നാട്ടുവാനും ശ്രീധാർമ്മയിലേക്ക് മാറാകട്ടെ. ഹേർട്ടി വെൽക്കം ടു ചക്രപാണി സാർ. ഓവർ ടു MC. Thanks a lot. Thank you for that introduction. And now the most awaited moment. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഒരു ഹൈലി അക്കംപ്ലിഷ്ഡും ഇൻസ്പയറിംഗുമായ പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ ബേബി ചക്രപാണി PS. നമ്മൾ കേട്ടതുപോലെ ഹീസ് എ ന്യൂറോ സയന്റിസ്റ്റ് ആൻഡ് അക്കാഡമിക് ലീഡർ അറ്റ് കുസാറ്റ്, ജർമ്മനിയിൽ PhD, സിംഗപ്പൂർ, USA, ഹാർവാർഡിൽ റിസർച്ച് ആൻഡ് മച്ച് മോർ. ടു പുട്ട് ഇറ്റ് സിംപ്ലി, ഗൂഗിൾ അദ്ദേഹത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഇന്ന് സാർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളിൽ most of us struggle ചെയ്യുന്ന ടോപ്പിക്കിലാണ് ഉറക്കം. Sir, we are truly honored to have you here. Stage is all yours. Thank you. And thank you, Urav, for this kind introduction, as well as all the members who are taking this effort to convey all this information to the society. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രം അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അത് ഇങ്ങനത്തെ വെബിനാറോ അതുപോലെ തന്നെ പല ലെക്ചർ സീരീസിലൂടെ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലായത് ഇത് ഓൾമോസ്റ്റ് 124th ടോക്കാണെന്ന് മനസ്സിലായപ്പോഴാണ്. കാരണം അത്രയും കൂടുതൽ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചൊരു വേദിയിൽ എനിക്കും വരാൻ പറ്റിയതിൽ, അത് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറഞ്ഞിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഓഡിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? Yes, very much. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ തന്നെ ഇന്ന് കറൻ്റ്ലി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. കാരണം നമ്മൾ മെൻ്റൽ വെൽബീങ്ങിനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അൺഅഡ്രസ്ഡ് ആയിട്ട് പോണ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ സൊസൈറ്റി കംപ്ലീറ്റ്ലി മാറി. ഓൾമോസ്റ്റ് നമ്മളൊരു 10 years മുമ്പുള്ള ഒരു കാര്യമല്ല ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ബ്രെയിനിൽ നടക്കണം. കാരണം അത്രയും കൂടുതൽ ഡിജിറ്റൽ എക്സ്പോഷർ നമുക്ക് ഓരോരുത്തർക്കും വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുമെന്നും അതുകൂടാതെ അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഏജിങ് ഫാസ്റ്റ് ആക്കണേന്ന്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നറിയില്ല, ദർ ഈസ് ക്രോണോളജിക്കൽ ഏജിങ് ആസ് വെൽ ആസ് ബയോളജിക്കൽ ഏജിങ്. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവരുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചതിൻ്റെ അതിൻ്റെ ഉത്തരം കിട്ടണത് അവരുടെ ജനന തീയതി തൊട്ടുള്ള പ്രായമായിരിക്കും. അതാണ് നമ്മൾ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രോണോളജിക്കൽ ഏജിലല്ല, ബയോളജിക്കൽ ഏജിലാണ്. കാരണം ക്രോണോളജിക്കൽ ഏജ് ഇറ്റ്സ് ജസ്റ്റ് നമ്പേഴ്സ്. പക്ഷെ ബയോളജിക്കൽ ഏജ് അനുസരിച്ചാണ് നമ്മൾ എത്ര യങ് ആയിട്ടിരിക്കണത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ലൈഫ് സ്പാൻ നീണ്ടുപോകും, അല്ലെങ്കിൽ എത്ര നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാനായിട്ടാണ്. ഈ ബയോളജിക്കൽ ഏജ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് കുറക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണ അനുസരിച്ച് ബയോളജിക്കൽ ഏജ് ഫാസ്റ്റ് ആവും. സോ ബയോളജിക്കൽ ഏജിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യണ കൂടുതലും ആ മെന്റൽ സ്പീഡും അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പവേഴ്സ് അത് എത്രത്തോളം നമ്മളെ ബയോളജിക്കൽ ഏജ് കൂടുന്നതനുസരിച്ച് മാറണം എന്നുള്ള കാര്യമൊക്കെയാണ്.
അപ്പൊ അതില് ഞാനൊരു എക്സാമ്പിൾ എടുത്തേക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ഫുട്ബോൾ പ്ലെയറാണ്. കാരണം ഓൾറെഡി റൊണാൾഡോയുടെ നമുക്ക് ബയോളജിക്കലി അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുക്കാൻ കാരണം. കാരണം നിങ്ങൾക്ക് ഇപ്പൊ റൊണാൾഡോയുടെ ക്രോണോളജിക്കൽ ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 40 to 41 years. പക്ഷെ നമുക്ക് റൊണാൾഡോയുടെ ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇറ്റ്സ് ജസ്റ്റ് 28.9. അപ്പോൾ ബയോളജിക്കൽ ഏജ് അത്രയും കുറയണതനുസരിച്ച് ഹി ഹാസ് മച്ച് ബെറ്റർ മെന്റൽ ക്ലാരിറ്റി. അതുകൂടാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ പ്രസിഷൻ, അതുപോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ ആ ബാക്കിയുള്ളവരിൽ ആ കൂടുതൽ പെർഫോമൻസിലൊക്കെ ഈ ഏജിൽ എത്താൻ സാധിക്കുന്നത് ആ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്നേക്കണ മാറ്റങ്ങൾ. ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനനുസരിച്ച് ആ ബയോളജിക്കൽ ഏജ് കുറഞ്ഞ അതിൻ്റെ അനുസരിച്ച് ആ മെന്റൽ ക്ലാരിറ്റിയും അതുകൂടാതെ മെന്റൽ സ്പീഡും. സ്പോർട്സിനൊക്കെ ഏറ്റവും ആവശ്യം നമ്മൾ എങ്ങനെ ഡിസിഷൻസ് എടുക്കണം, അത് കൂടാതെ നമ്മുടെ പിച്ചിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ മാറ്റാൻ പറ്റും. അത് ഏജ് കൂടുന്നതനുസരിച്ച് സാധാരണ എല്ലാവരുടെയും വീക്കായ വരണം. ബട്ട് വെൻ വി ചേഞ്ച് അവർ ബയോളജിക്കൽ ഏജ് അല്ലെങ്കിൽ റെഡ്യൂസ് അവർ ബയോളജിക്കൽ ഏജ്, വി ക്യാൻ ബി യങ് ഈവൻ അറ്റ് എനി ഏജ്. അതിപ്പോൾ 100 വയസ്സ് ഒരാളുടെ അയാൾക്ക് ബയോളജിക്കൽ ഏജ് ക്യാൻ ബി ബ്രോട്ട് ടു 70 or 80 years. അതേപോലെ തന്നെ നമ്മൾ ചിലവർക്ക് 60 years ക്രോണോളജിക്കൽ ഏജ് ഉള്ളവരുടെ ബയോളജിക്കൽ ഏജ് മൈറ്റ് ബി 80 or 90 years. അതുകൊണ്ടാണ് അവർക്ക് പല ഡിസീസസും അതുപോലെ തന്നെ ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിനെല്ലാത്തിനും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോണ കംപ്ലീറ്റ് ബ്രെയിൻ റിലേറ്റഡ് റിഡക്ഷൻ ഇൻ ദ ബയോളജിക്കൽ ഏജ്, ബ്രെയിനിന്റെ പെർഫോമൻസ് എങ്ങനെ കൂട്ടാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൂടുതൽ ബയോളജിക്കൽ ഏജ് കുറക്കണതനുസരിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രെയിനിൽ ചേഞ്ച് വരുന്നത് ബ്രെയിനിന്റെ സർക്യൂട്ട്സ് ബെറ്റർ ആയിട്ട് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പെർഫോമൻസ് വളരെയധികം ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും എങ്ങനെയാണ് നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റീവയറിങ് ഓഫ് ന്യൂറോൺസ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് ആ ബ്രെയിനിന്റെ നെറ്റ്വർക്കിൽ മാറ്റം വരും. ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഇൻ അവർ പെർഫോമൻസ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ എങ്ങനെയാണ് മാറ്റം വരണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഈസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. കാരണം നമ്മുടെ ബ്രെയിനിന്റെ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ. ഈ ലോങ് ആക്സോൺസ് നിങ്ങൾക്ക് ഓരോ ന്യൂറോൺസിന് എല്ലാവർക്കും ന്യൂറോൺസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കുറേ സ്ഥലത്തൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ആൻഡ് വി ഓൾറെഡി നോ ദാറ്റ് വി ഹാവ് അറൌണ്ട് 85 to 100 billion ന്യൂറോൺസ്. അത് ഓരോരുത്തരുടെ ബ്രെയിനിലും ഏകദേശം കോൺസ്റ്റന്റ് ആണ്. ബട്ട് വെൻ വി തിങ്ക് അബൌട്ട് മോർ പെർഫോമൻസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ നമ്പർ ഓഫ് കണക്ഷൻസ് ദാറ്റ് വി മേക്ക്. നമ്മൾ ഒരാളിൽ നിന്നും മറ്റൊരാളായിട്ട് വ്യത്യാസം കാണുന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണക്ഷൻ അനുസരിച്ചാണ്. കാരണം നമുക്ക് ഈ ന്യൂറോൺസിന്റെ നമ്പർ അത്ര വേരി ചെയ്യില്ല, ബട്ട് കണക്ഷൻസിന്റെ നമ്പർ ഭയങ്കരമായിട്ട് വേരി ചെയ്യും. കാരണം നമുക്ക് ഓരോ ന്യൂറോൺസിനും ആവറേജ് ഏകദേശം 10,000 കണക്ഷൻസ് ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഏകദേശം ഈ 85 to 100 billion ന്യൂറോൺസ് ക്യാൻ ഫോം അറൌണ്ട് മില്യൺ ബില്യൺ കണക്ഷൻ. ദാറ്റ് ഈസ് 1 followed by 15 zeros. അപ്പോൾ അത്രയും കൂടുതൽ വാസ്റ്റ് കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ കണക്ഷൻസ് കൂടുന്നതനുസരിച്ച് ബ്രെയിനിൽ എന്താ ചേഞ്ച് വരണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കണക്ഷൻസ് വരണതെല്ലാം കൂടുതൽ ന്യൂറോൺസ് ബ്രാഞ്ച് ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകും. ആ ബ്രാഞ്ച് കൂടുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ബ്രെയിനിൽ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ ബ്രാഞ്ചിൻ്റെ അറ്റത്തെല്ലാം ഇങ്ങനെ സ്മോൾ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് എന്ന് പറയണം. ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിൻ്റെ എണ്ണവും കൂടാൻ തുടങ്ങും ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച്. ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിലാണ് മെമ്മറി പ്രോട്ടീൻസ് പോയി ബൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ കൂടുതൽ ബ്രാഞ്ച് ഉള്ളവർക്ക് കൂടുതൽ മെമ്മറി സ്റ്റോറേജിനുള്ള കപ്പാസിറ്റി കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പെർഫോമൻസ് എല്ലാം മാറ്റണത്. കാരണം ഇപ്പോൾ ഏത് ഏജിലും നമുക്ക് ഈ പ്ലാസ്റ്റിസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ബ്രെയിനിൽ. ആ ബ്രാഞ്ചിങ്ങിനനുസരിച്ച് കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. ഈ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രെയിനിൻ്റെ ഗ്രോത്തിനും റീഓർഗനൈസേഷനും വേണ്ടി നമ്മൾ പറയണത്. അപ്പം അത് നമുക്കിപ്പോൾ നോണാണ് നമുക്ക് ഏത് ഏജിൽ നമുക്ക് ബ്രെയിൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റാണ് ഫാദർ ഓഫ് ന്യൂറോ സയൻസ് ആയിട്ട് പറയണ സ്പാനിഷ് ന്യൂറോ സയൻറ്റിസ്റ്റ് പറയണത് വി ക്യാൻ ബി ദ സ്കൾപ്ചർ ഓഫ് അവർ ഓൺ ബ്രെയിൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർലി നമ്മൾ
ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റിലൂടെയാണ് കടന്നു പോകണമെങ്കിൽ ആ ഒരു പാത്ത് വേ ആയിരിക്കും നമുക്ക് സ്ട്രോങ്ങർ ആയിട്ട് വരുന്നത്. പക്ഷെ അതിനെ നമ്മൾ മാറ്റി ഒരു ബെറ്റർ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു പുതിയ പാത്ത് വേ നമ്മൾ കാർവ് ചെയ്തെടുക്കാനായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കണതനുസരിച്ച് സ്ലോലി ദാറ്റ് പാത്ത് വിൽ ബി ക്രിയേറ്റഡ്. അത് നമ്മൾ റെഗുലറായിട്ടൊരു 3 weeks to 4 weeks സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പാത്ത് വേ കൂടുതൽ സ്ട്രോങ് ആകാൻ തുടങ്ങും. ആ ഒരു പാത്താണ് നമുക്ക് ആ കംപ്ലീറ്റ്ലി ഒരു പുതിയ നെറ്റ്വർക്കായിട്ട് മാറുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും 7 മണിക്ക് എണീക്കുന്ന ഒരാൾ 5 മണിക്ക് എണീക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദർ വിൽ ബി ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ദ ബ്രെയിൻ. ആ റെസിസ്റ്റൻസ് ഓവർകം ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് 5 മണിക്ക് എണീക്കൽ. അപ്പോൾ നമ്മൾ ബ്രെയിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ 5 മണിക്ക് എണീക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യും. അത് ആദ്യം വളരെ വീക്കായിരിക്കും, ബട്ട് വെൻ വി സീ ദാറ്റ് വെൻ വി പ്രാക്ടീസ് ഇറ്റ് ഫോർ 3 to 4 weeks അതൊരു സ്ട്രോങ്ങർ പാത്താവും. അതൊരു 90 days കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 90 to 120 days ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ദാറ്റ് വിൽ ബി ദ പ്രോമിനൻറ്റ് പാത്ത്. പിന്നെ മറ്റേ ആ 7 മണിക്ക് എണീക്കണ പാത്ത് വളരെ വീക്കാകാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളൊരു റീവയറിങ് ബ്രെയിനിൽ ചെയ്യണത്. അപ്പോൾ ആ റീവയറിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും, ജസ്റ്റ് ആ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ പല ചേഞ്ചസും വരും. ആ ഫസ്റ്റ് ലെവൽ ഓഫ് ചേഞ്ചസ് വരുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്ന ചേഞ്ചസ് ഇറ്റ് വിൽ റിഫ്ലക്ട് ഓൺ മേക്കിംഗ് ന്യൂ കണക്ഷൻസ് ഓർ മേക്കിംഗ് ന്യൂ സ്പ്രൗട്ട്സ് ഫ്രം ദ ന്യൂറോൺസ്. ആ പുതിയ പുതിയ ശിഖരങ്ങൾ വരാൻ തുടങ്ങും. ആ ശിഖരങ്ങൾ പുതിയ കണക്ഷനായിട്ട് മാറും. ആ കണക്ഷനും കൂടാൻ തുടങ്ങും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ശിഖരങ്ങളിലുള്ള ഡെൻഡ്രൈറ്റിക് സ്പൈൻസിൻ്റെ എണ്ണം കൂടും. ആൻഡ് വി വിൽ ഹാവ് മോർ സ്റ്റോറേജ് ഏരിയ ഫോർ അവർ മെമ്മറി. അങ്ങനെയാണ് ആ ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നത്. സോ ഇതിന് സോറി മിസ്, താങ്കൾ പറഞ്ഞില്ല ഡെൻഡ്രൈറ്റിസ്, എന്താണ് വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്, SPINES. ബൈറ്റ്സ് ആണോ സ്പൈറ്റ്സ് ആണോ? ക്ലിയർ ആയി. സ്പൈൻസ്. ഓക്കെ ഓക്കെ ഫൈൻ. അതിന് ആക്ച്വലി എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി ചോദിച്ചത്. ഓക്കെ, ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ആണ് നമ്മുടെ ഈ ന്യൂറോൺസിന്റെ ബ്രാഞ്ചസിൽ ഉണ്ടാകുന്ന ചെറിയ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇവിടെ നേരത്തെ ഞാൻ പിക്ചറിൽ കാണിച്ചത് ഈ ഒരു ഇതിൻ്റെ അകത്ത് എല്ലാ ബ്രാഞ്ചസിലും യു ക്യാൻ സീ ദാറ്റ് സ്മോൾ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദോസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ദ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്. ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിൽ സ്മോൾ പോക്കറ്റ്സ് ഉണ്ടാവും. ആ പോക്കറ്റ്സിലാണ് മെമ്മറി പ്രോട്ടീൻസ് പോയി ബൈൻഡ് ചെയ്യണം. അങ്ങനെയാണ് ആ മെമ്മറി സ്റ്റോറേജ് നമ്മുടെ ന്യൂറോൺസിൽ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ഉണ്ടാവും. അതനുസരിച്ച് കൂടുതൽ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റിയും ബിൽഡ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ ചേഞ്ചസ് വരണത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്രയും നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു കാരണം? സോ നമ്മുടെ ഓവറോൾ കേപ്പബിലിറ്റി കുറയാനായിട്ടുള്ള ഒരു മേജർ റീസൺ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കണ ഡിജിറ്റൽ ടോക്സിസിറ്റിയാണ്. സോ വി ആർ ബൊംബാർഡിങ് അവർ ബ്രെയിൻ വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. കാരണം അത്രയും കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഗെറ്റ്സ് ഓവർലോഡഡ്. കാരണം ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യണത് ഫോക്കസ്ഡ് ആൻഡ് അറ്റൻറ്റീവ് മോഡിലാണ്. ബട്ട് വെൻ വി സ്വാപ്പ് ത്രൂ അവർ മൊബൈൽ ഫോൺസ്, ഇപ്പോൾ കണ്ടിന്യൂസ്ലി റീൽസിന് പുറകെ റീൽസായിട്ട് ആ ഓരോ റീൽസ് നമ്മൾ കാണുമ്പോഴും വി ഗെറ്റ് എ ഡോപ്പാമിനർജിക് സർജ് ഇൻ അവർ ബ്രെയിൻ. ആ ഡോപ്പാമിനിക് സർജ് നമ്മളൊരു ഓരോ സിഗരറ്റിൻ്റെ പഫ് എടുക്കണം അല്ലെങ്കിൽ ഓരോരോ അഡിക്ഷൻ പാത്ത് വേ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ആ ഡോപ്പാമിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് ഈ ഓരോ സ്ക്രോളിൻ്റെ പുറയിലുള്ളത്. അപ്പോൾ നമ്മൾ അതിന് അഡിക്റ്റഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ബ്രെയിൻ ഗെറ്റ്സ് റീവയർഡ്. ആ റീവയറിങ് പ്രോസസ്സാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെമ്മറീനെയും അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയൊക്കെ കുറക്കാനായിട്ടുള്ള ഒരു മേജർ റീസൺ. അപ്പോൾ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ടൈം കൊടുക്കുക. അത് സോ ദ മെയിൻ തിങ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഫോൺ ഈസ് ജസ്റ്റ് എ ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഹെൽപ്പിംഗ് അസ് ഫോർ സെവറൽ തിങ്സ്. സോ വി ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് അവർ മൊബൈൽ ഫോൺ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ മൊബൈലിലേക്ക് ചുരുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യവും ബ്രെയിനിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാതെ ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യണേ. സോ വി ഡോണ്ട് റിമെമ്പർ എനി ഓഫ് അവർ ക്ലോസ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഫോൺ നമ്പർ.
അത് കൂടാതെ നമ്മൾ പല കാൽക്കുലേഷൻ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻ വരെ നമ്മൾ മൊബൈൽ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് കൂടാതെ പല ബ്രെയിൻ റിലാക്സ് ചെയ്യുന്ന ടൈമിനും നമ്മൾ മൊബൈൽ ഫോൺ ഡിപ്പെൻഡൻസി കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യണത് ഹൈലി ഫോക്കസ്ഡ് ആൻഡ് അറ്റൻറ്റീവ് ആയിട്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു കൺവെർസേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും our brain is losing that connectivity, or we are becoming dependent on the mobile അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണക്ഷൻ. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഡീടോക്സ് ആപ്പ് ഡെവലപ്പ് ചെയ്യണതും അതിൻ്റെ ഒപ്പം തന്നെ ആ ഡിജിറ്റൽ ഡീടോക്സ് ആപ്പ് ഇപ്പോൾ നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് ഓൾ ഇന്ത്യ ഒരു സർവേ ചെയ്യണതും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ റീസെൻ്റ് ആർട്ടിക്കിളും അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്താൽ മനസ്സിലാവും ഏകദേശം ഡിജിറ്റൽ ഡീടോക്സ് ആപ്പിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന്. അതുകൂടാതെ നമ്മുടെ തന്നെ ക്വസ്റ്റ്നെയർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും വെദർ വി ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. കാരണം അത്രയും കൂടുതൽ ഇന്ത്യയിലെ ആൾക്കാരും, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ദർ ഇസ് എ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ഓൺ മൊബൈൽ ഫോൺസ്. അത് കാരണം ആ ഡിജിറ്റൽ അഡിക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും നമ്മുടെ ഓവറോൾ ബ്രെയിൻ പെർഫോമൻസ് കൂട്ടാനായിട്ട്, അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യണ ഒരു മേജർ ഏരിയ. സോ ഇതെങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ബ്രെയിൻ പെർഫോമൻസിനെ ബാധിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി ഇനിഷ്യലി ഇറ്റ് മൈറ്റ് ബി എ ഡിജിറ്റൽ അഡിക്ഷൻ, ബട്ട് ദോസ് ഡിജിറ്റൽ അഡിക്ഷൻസ് കോൺട്രിബ്യൂട്ട്സ് ടു പുവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. കാരണം ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ദർ ഈസ് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ. അതുകൂടാതെ ദർ ഈസ് ലൈറ്റ് ദാറ്റ് അഫക്ട്സ് അവർ സ്ലീപ്പ് ക്വാളിറ്റി വിച്ച് റെഡ്യൂസസ് ദ മെലറ്റോണിൻ ലെവൽ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാത്വേയോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ആൻഡ് പുവർ സ്ലീപ്പ് ലീഡ്സ് ടു അനദർ മേജർ ഏരിയ ദാറ്റ് വി ആർ ഫോക്കസിങ് ഓൺ വിച്ച് ഈസ് കോൾഡ് ആസ് ഗട്ട് ഡിസ്ബയോസിസ്. നമ്മുടെ എങ്ങനെയാണ് ആ ഗട്ട് ഡിസ്ബയോസിസിൽ എത്തണേന്ന് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അത് കൂടാതെ ഗട്ട് ഡിസ്ബയോസിസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യണത് ഇറ്റ് ഈസ് പ്രൊമോട്ടിങ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മേജർ ഡിസീസ് കണ്ടീഷൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്. ലെറ്റ് ഇറ്റ് ബി ന്യൂറോ ഡീജനറേഷൻ, ലെറ്റ് ഇറ്റ് ബി ക്യാൻസർ, ലെറ്റ് ഇറ്റ് ബി ഡയബറ്റീസ്, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇൻഫ്ലമേഷനാണ്. So gut dysbiosis directly causes this inflammation, and this inflammation leads to accelerated brain aging. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് പ്രായോഗം തുടങ്ങണം. നേരത്തെ റൊണാൾഡോയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഹി ഹാസ് റിഡ്യൂസ്ഡ് ഹിസ് ബ്രെയിൻ ഏജിങ് പ്രോസസ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിലപ്പോൾ മോർ ഏജ്ഡ് ബ്രെയിൻ ആയിരിക്കും. ആൻഡ് ഈ ബ്രെയിൻ ഏജിങ് കൂടുന്നതനുസരിച്ച് വി ആർ അറ്റ് ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് മോർ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ. അത് അൽഷീമേഴ്സ് ആകാം, പാർക്കിൻസൺ ആകാം, ഏത് തരം ന്യൂറോ ഡീജനറേഷൻ. അതുകൂടാതെ നേരത്തെ പറഞ്ഞ ഏത് മെറ്റബോളിക് ഡിസോർഡേഴ്സും. കാരണം ഇൻഫ്ലമേഷൻ ഡയറക്ട്ലി ലീഡ്സ് ടു മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ്. അത് ഡയബറ്റീസ്, അതുകൂടാതെ ക്യാൻസർ, ഇതെല്ലാത്തിൻ്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദിസ് ആക്സിലറേറ്റഡ് ബ്രെയിൻ ഏജിങ് ലീഡ്സ് ടു ദ റെഡ്യൂസ്ഡ് മെൻ്റൽ ക്ലാരിറ്റി. ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഓർത്തത്. അപ്പം അതിന് നമ്മൾ ആദ്യം പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാം. ഇപ്പോൾ പ്രോബ്ലം ഈസ് വാട്ട് ഈസ് ദ ഹൈ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ കണക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സോ ദർ ഈസ് ലോട്ട് ഓഫ് ഡിജിറ്റൽ നോയ്സ് ആൻഡ് കോഗ്നേറ്റീവ് ലോഡ്. കാരണം നമ്മൾ അത്രയും കൂടുതൽ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യും. ദാറ്റ് ലീഡ്സ് ടു മെൻ്റൽ ഫെറ്റീഗ്. ആൻഡ് there is also like continuous dopamine hijacking our system. അപ്പോൾ ബ്രെയിൻ എക്സ്പെക്ട് കോൺസ്റ്റൻറ്റ് ഇൻറ്ററപ്ഷൻസ്. അത് ആ കണ്ടിന്യൂസ് ഇൻറ്ററപ്ഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു നോർമൽ മോഡിലേക്ക് മാറും. സാധാരണ നമ്മൾ പറയണ ആ ഡീഫോൾട്ട് മോഡ് അതായി മാറും. ഇൻറ്ററപ്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കും. നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് ഏറ്റവും കൂടുതൽ ആ കോഗ്നേറ്റീവ് ഓവർലോഡ് കൊണ്ട് സംഭവിക്കുന്നത്. ആൻഡ് ദർ വിൽ ബി റിലൻറ്റ്ലെസ് ഇൻപുട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ദീസ്
റിലന്റ് കണ്ടിന്യൂസ് ഇൻപുട്സ് വരുമ്പോഴത്തേക്കും ഇറ്റ് അഫക്ട്സ് അവർ അറ്റൻഷൻ സ്പാൻ. ആൻഡ് വെൻ ദ PPT കാണല്ലേ? ഇല്ല. ആയിരിക്കും കാണല്ല? ഇല്ല, കാണുന്നില്ല. ഇല്ല. ഞാൻ PPT ഇട്ടിട്ടാണ് ഞാൻ പ്ലേ ചെയ്യണ. അയ്യോ, ഇത്ര നേരം പറയണമെന്ന് വിചാരിച്ചു. അയ്യോ, ഞാൻ ആദ്യമേ ആദ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞ് പോയതാണ്. ആദ്യം കണ്ടു, പിന്നെ കണ്ടില്ല. ആദ്യം കണ്ടിരുന്നു. ഓക്കെ. Yes, now we can see, sir. ഓക്കെ. കുറെ കാര്യങ്ങൾ നിങ്ങൾ മിസ്സായി. It's okay. PPT-ലുണ്ടായിരുന്നു. But സാർ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ഒക്കെ ചോദിച്ചത്. ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ഒന്നും അപ്പൊ കണ്ടിട്ടുണ്ടായില്ല. അതെ അതെ അതെ. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ആ സ്പെല്ലിംഗ് ചോദിക്കേണ്ട ഒരു ഇത് വന്നത്. ആക്ച്വലി ഐ ഡിഡ്ന്റ് സീ അറ്റ് ഓൾ. ഐ വാസ് ഇൻ എ കീൻലി ലിസണിംഗ് ടു യുവർ ക്ലാസ് ആക്ച്വലി. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. എങ്ങനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, കെമിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ ആക്സോൺസിൽ വരുന്ന ചേഞ്ചസ്. സോ ദീസ് ആർ ദ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്. ഞാനിത് കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. ബിക്കോസ് ഹിയർ യു ക്യാൻ സീ വെൻ ദർ ഇസ് മോർ ബ്രാഞ്ചിങ്, ദോസ് ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ദ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്. ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിലാണ് മെമ്മറി പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചിങ് ഉള്ളവർക്ക് ആ കൂടുതൽ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ഉണ്ടാവും. അതാണ് നമുക്ക് ആ മോർ ബ്രെയിൻ സ്റ്റോറേജ് എബിലിറ്റി തരുന്നത്, അല്ലെ മെമ്മറി സ്റ്റോറേജ് എബിലിറ്റി. ഈ ഒരു കോൺസെപ്റ്റ് ആണ് സാർ പറഞ്ഞ ഇതിലാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞേ. ഇൻഫ്ലമേഷൻ ഇതിലുണ്ടാവും, അത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതാണ് ബ്രെയിനിന്റെ പ്ലാസ്റ്റിസിറ്റിനെ കുറിച്ച് പറഞ്ഞ റീവയറിങ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നും. ആൻഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബ്രെയിൻ ട്രെയിനിങ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ട് വെക്കുമ്പോഴത്തേക്കും ഇറ്റ് ആക്ടിവേറ്റ്സ് മെനി സോൺസ് ഇൻ ദ ബ്രെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റൽ ടോക്സിസിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അതിലാണ് നമ്മുടെ റീസെൻറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഇപ്പോൾ ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞു. ഓൾ ഇന്ത്യ ക്യാമ്പയിൻ ആണ്. സോ ഇൻ ദിസ് ക്യാമ്പയിൻ വി ആർ ഫോക്കസിങ് ഓൺ ഹൗ ടു റെഡ്യൂസ് ദ ഡിജിറ്റൽ ടോക്സിസിറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ ഇത് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അഫക്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ റിയലൈസ് ചെയ്യാതെ തന്നെ ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി റീവയർഡ് മോസ്റ്റ് ഓഫ് അവർ ബ്രെയിൻ. നമ്മളിത് അഡിക്ഷൻ ആണോ ഇല്ലയെന്ന് മെജോറിറ്റി ആൾക്കാർക്കും മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് പോയി തുടങ്ങി. അപ്പോൾ അതേ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാനാണ് ഈ ഒരു ഡി അഡിക്ഷൻ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങാനുള്ള കാരണം. സോ and I was discussing about how the digital addiction contributes to the poor sleep. അത് കഴിഞ്ഞാൽ poor sleep leads to gut dysbiosis. ആ gut dysbiosis എന്നാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ആൻഡ് ദിസ് ഇൻഫ്ലമേഷൻ ലീഡ്സ് ടു ആക്സലറേറ്റഡ് ബ്രെയിൻ ഏജിങ്. ആൻഡ് ഓൾസോ അറ്റ് ദ എൻഡ് ദർ ഈസ് റെഡ്യൂസ്ഡ് മെൻറ്റൽ ക്ലാരിറ്റി. ഈ ഒരു പാത്വേ ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഡിജിറ്റൽ ഓവർലോഡ് വരുമ്പോൾ എന്തൊക്കെയാണ് ബ്രെയിനിൽ സംഭവിക്കണമെന്ന് ഇവിടം വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു കോഗ്നേറ്റീവ് ലോഡ് ബ്രെയിനിന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ലീഡ്സ് ടു മെൻറ്റൽ ഫെറ്റീഗ്. അത് കൂടാതെ ദർ ഈസ് ഓൾവേസ് ആ ഒരു ഡീഫോൾട്ട് മോഡ് ഇതിലേക്ക് മാറും. നമ്മൾ കോൺസ്റ്റൻറ്റ് ഇൻട്രപ്ഷൻസ് എല്ലാം നമുക്കതൊരു ഫെമിലിയർ ആകാൻ തുടങ്ങും. അല്ലെങ്കിൽ ബ്രെയിൻ ഇൻട്രപ്ഷൻസ് ആണ് നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാത്തായിട്ട് മാറാൻ തുടങ്ങും. സോ ആ സമയത്ത് നമുക്ക് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ആ കോഗ്നേറ്റീവ് ലോഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതിനൊരു മേജർ റീസൺ ഈസ് ദിസ് ന്യൂറോ കെമിക്കൽ ട്രാപ്പ്. അത് ഡോപ്പാമിൻ ചെയ്യണ കാര്യമാണ്. ഡോപ്പാമിൻ ഈസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ഈസ് ഇൻവോൾവ് ഫോർ അവർ മോട്ടിവേഷൻ, റിവാർഡ് പാത്വേ. ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്യണ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമുക്കിപ്പോൾ ഓരോ സ്വാപ്പിലൂടെയും അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഓരോ റീൽസിൽ നിന്ന് മറ്റൊരു റീൽസിലേക്ക് പോകുമ്പോൾ വി ഗെറ്റ് ദാറ്റ് സർജ് ഓഫ് ഡോപ്പാമിൻ. അത് നമ്മൾ
ഒരു സിഗരറ്റിന്റെ പഫ് എടുക്കണേ പോലെ തന്നെയാണ് നമ്മൾ ഒരു റീലിൽ നിന്ന് മറ്റൊരു റീലിലേക്ക് മാറുമ്പോഴത്തേക്കും വി ഗെറ്റ് ദിസ് ഡോപ്പാമിൻ സർജ്. ആ ഡോപ്പാമിൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മൊബൈല് കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനൊക്കെ അത്ര ബുദ്ധിമുട്ട് വരണത്. സോ വി ഹാവ് ടു ഡെലിബറേറ്റ്ലി ടേക്ക് കൺട്രോൾ ഓവർ ദാറ്റ്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് അവർ ഫോക്കസ്, മെമ്മറി ആൻഡ് ഓവറോൾ സ്ലീപ്പ്, ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി സ്വിച്ച് ഓൺ യുവർ കോർട്ടിസോൾ പാത്വേ. അപ്പോൾ കംപ്ലീറ്റ്ലി ആ കണ്ടിന്യൂസ് കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ റീസൺ ഫോർ അവർ മെമ്മറി ഇഷ്യൂസ്. ഇതിൻ്റെ കോൺസിക്വൻസ് ആണ് ആ ഡിജിറ്റൽ ഫെറ്റിഗ് എന്ന് പറഞ്ഞാൽ. സോ വി വിൽ ഹാവ് മെൻ്റൽ എക്സോഷൻ, അത് ഇൻക്രീസ്ഡ് ആങ്സൈറ്റിയിലേക്ക് എത്തിക്കും, ആൻഡ് റെഡ്യൂസ്ഡ് കപ്പാസിറ്റി ഫോർ ഡീപ്പ് തോട്ട്സ്. അപ്പം നമ്മൾ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ബ്രെയിനിൽ നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും, ബിക്കോസ് വി ആർ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അത് കൂടാതെ കണ്ടിന്യൂസ്ലി ഇതിൽ ഡിപ്പെൻഡൻസി വരുന്ന ആൾക്കാർക്ക് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. ഇതെല്ലാം നമ്മൾ ആ അഡിക്ഷനുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ കൂടിയ ആൾക്കാർക്ക് നമുക്കിത് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ലാബിൽ സ്റ്റഡി ചെയ്തത്, നമ്മൾ ഇതൊരു കൊളാബറേറ്റീവ് വർക്കിൽ UK ഒരു കൊളാബറേറ്ററായിട്ട് ചെയ്ത വർക്കിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ നമ്മൾ ആനിമൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് മെമ്മറി ലെവൽ ചേഞ്ചസ് വരണേന്ന്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ബ്ലൂ ലൈറ്റ് നമ്മൾ ആനിമൽസിനെ എക്സ്പോസ് ചെയ്യിപ്പിച്ച് എന്നിട്ട് അവരുടെ മെമ്മറി ലെവൽ ചെക്ക് ചെയ്ത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് വേർ ദ മെമ്മറി പ്രോട്ടീൻസ് ആർ സ്റ്റോർഡ്, അതിൻ്റെ എണ്ണം വളരെയധികം കുറയാൻ തുടങ്ങി. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള എലീനായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ബ്ലൂ ലൈറ്റ് കൂടുതൽ എക്സ്പോഷർ കൊടുത്ത ആനിമൽസിൽ നമുക്ക് ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിൻ്റെ എണ്ണം കുറഞ്ഞ്, അതുകൂടാതെ അവരുടെ മെമ്മറി പെർഫോമൻസും കുറഞ്ഞ്, അതുകൂടാതെ ആങ്സൈറ്റി ലെവൽ കൂടുതലായിരുന്നു ഈ ആനിമൽസിന്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് നേരിട്ട് കിട്ടിയ ഒരു എവിഡൻസ്, കാരണം എങ്ങനെയാണ് ആ ബ്രെയിനിൻ്റെ നെറ്റ്വർക്കിനെ ബാധിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റണ നെക്സ്റ്റ് ലിങ്ക് ഈസ് ടു സ്ലീപ്പ്. കാരണം സ്ലീപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഫോർ അവർ ബ്രെയിൻ, ആസ് വെൽ ആസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണത് ആ ക്വാളിറ്റി സ്ലീപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സ്ലീപ്പിൻ്റെ നമ്മൾ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ലൈറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉണരണ പ്രോസസ്സ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് എനർജി വരുമ്പോഴാണ് നമുക്ക് ആ കംപ്ലീറ്റ് ഉണർവ് വന്നത്. അപ്പോൾ അതിന് ഓൾറെഡി റീസെൻറ്റ് സ്റ്റഡി എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും ദർ ഇസ് എ പൾസ് ഓഫ് കോർട്ടിസോൾ. അപ്പോൾ നമ്മൾ ഉണരണ സമയത്ത് ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് കോർട്ടിസോൾ. ഈ കോർട്ടിസോള് ലൈറ്റ് എനർജി സ്റ്റിമുലേഷൻ വഴിയാണ് വരുന്നത്. ആ ലൈറ്റ് എനർജി സ്റ്റിമുലേഷൻ നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രാവിലത്തെ സൺലൈറ്റിൽ നിന്ന് കിട്ടണ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഹൊറൈസണിൽ നിന്ന് കിട്ടണ എനർജി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മേജർ ബ്രെയിൻ റീജിയൻ വിച്ച് ഈസ് കോൾഡ് എ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ്, ആ ഒരു റീജിയൻ സ്റ്റിമുലേറ്റഡ് ആകണത്. ആ ഒരു റീജിയൻ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് സിഗ്നല് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് വഴി കോർട്ടിസോൾ റിലീസ് ചെയ്യും. ഈ കോർട്ടിസോളിൻ്റെ രാവിലത്തെ പൾസ് ഈസ് ബെനിഫിഷ്യൽ, കാരണം ഏർലി പൾസ് ഓഫ് കോർട്ടിസോൾ ഈസ് ബെനിഫിഷ്യൽ. കുറേ കൂടെ ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ ആണെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് തരുമെന്നാണ് ഈ പുതിയ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ രാവിലെ എണീക്കുന്ന ആൾക്കാർക്ക് ആ ഏർലി പൾസ് ഓഫ് കോർട്ടിസോൾ ആയിരിക്കും, ലേറ്റ് ആയിട്ട് എണീക്കും തോറും നമുക്ക് ആ ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ഞായറാഴ്ചയൊക്കെ കൂടുതൽ ലേറ്റ് ആയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് വളരെ താമസിച്ച് എണീക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം എന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് ദ ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ, ആൻഡ് ദിസ് ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ ഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് അവർ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി പാത്വേസ്. അത് കൂടാതെ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് നിന്ന് ഏകദേശം 14 തൊട്ട് 16 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് വിച്ച് ഈസ് എ സെൻറ്റർ ഫോർ സർക്കേഡിയൻ റിതം, ആ സെൻറ്ററിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ പൈനിയൽ ഗ്രന്ഥിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മെലറ്റോണിൻ റിലീസ് ചെയ്യും. എന്ന് വെച്ചാൽ 14 തൊട്ട് 16 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലെ എണീക്കണ സമയത്ത് നിന്ന് 14 തൊട്ട് 16 മണിക്കൂർ കഴിയുമ്പോഴാണ്
നമുക്ക് ആ മെലട്ടോണിൻ്റെ പീക്ക് വരുന്നത്. ആൻഡ് ദിസ് മെലട്ടോണിൻ ഈസ് കോൾഡ് ആസ് എ സ്ലീപ്പ് ഹോർമോൺ. ഇപ്പോൾ നമ്മൾ ഈ സ്ലീപ്പ് ഹോർമോൺ വരണ സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷറും അതുപോലെ തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ പ്രിവെൻറ്റ് ദ മെലട്ടോണിൻ റിലീസ്, അല്ലെങ്കിൽ മെലട്ടോണിൻ്റെ റിലീസ് വളരെയധികം കുറക്കും. അപ്പം അത്രയും മെലട്ടോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ലൈറ്റിന് സാധിക്കും. ആ ലൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് സ്റ്റിമുലേഷൻ ഫ്രം ഗാഡ്ജറ്റ്സ് രാത്രി നമുക്ക് കിട്ടണമെങ്കിൽ ദാറ്റ് വിൽ റെഡ്യൂസ് ദ മെലട്ടോണിൻ ലെവൽ വിച്ച് വിൽ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്തിനാ ഇത്ര ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡിവൈഡ് ദ സ്ലീപ്പ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്. അതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജസിലും സ്ലീപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഡിഫറെൻറ്റ് വേവ് പാറ്റേൺസും കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ബ്രെയിനിലെ വേവ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് അസ് വിൽ ഹാവ് ബീറ്റ വേവ്സ്. അത് ഉറക്കത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ അത് ആൽഫ വേവിലേക്ക് മാറും. എന്നിട്ട് അതിൻ്റെ ഡീപ്പ് സ്റ്റേജസ് ലൈക്ക് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 വരുമ്പോഴത്തേക്കും ആ ബ്രെയിൻ വേവിൻ്റെ പാറ്റേൺ തീറ്റ ആൻഡ് ഡെൽറ്റ വേവിലേക്ക് പോകും. ആൻഡ് ദിസ് തീറ്റ ആൻഡ് ഡെൽറ്റ വേവ് ഈസ് കോൾഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേവ്സ് ഫോർ അവർ ഡീപ്പ് സ്ലീപ്പ്. അതിനാണ് നമ്മൾ ഗാഢനിദ്ര എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സമയത്ത് നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കാണും. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറീസ് സ്റ്റോറേജ് ഏരിയയിലായിരിക്കും, വിച്ച് ഈസ് പാർട്ട് ഓഫ് ഹിപ്പോ ക്യാമ്പൽ നെറ്റ്വർക്ക്. ആ ഹിപ്പോ ക്യാമ്പസിൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് കോർട്ടെക്സിൻ്റെ നെറ്റ്വർക്ക് വിച്ച് ഈസ് ദ ഏരിയ വെയർ ലോങ് ടേം മെമ്മറീസ് ആർ സ്റ്റോർഡ്. ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ കോർട്ടെക്സിലേക്ക് മാറ്റണ പ്രോസസ്സ് നടക്കുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിൻ്റെ സ്റ്റേജിലാണ്. ആ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഈ സ്റ്റേജിൽ നടക്കുന്ന ഈ പ്രോസസ്സിന് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയും. ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കണമെങ്കിൽ നമുക്ക് ഈ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജസ് കിട്ടിയേ മതിയാവും. അത് കൂടാതെ നമുക്ക് ഒരു സ്റ്റേജും കൂടെ ഉണ്ട്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഈ സ്റ്റേജിൻ്റെ സമയത്ത് there is another brain area that gets activated which is called as amygdala. ഈ സമയത്താണ് ഇമോഷണൽ ഡ്രെയിനിങ് നടക്കണം. നമ്മളൊരു കാര്യമൊക്കെ കേട്ടും അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടും ഒക്കെ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണീക്കുമ്പോൾ റിലാക്സ് ആകാൻ കാരണം നമുക്ക് ഈ അമിഗ്ഡാലയിലൂടെ ആ ഇമോഷണൽ ഡ്രെയിനിങ് നടക്കണുണ്ടാകും. അപ്പോൾ ഈ രണ്ട് പ്രക്രിയയും, ഒന്ന് ഇമോഷണൽ ഡ്രെയിനിങ്ങും മറ്റേത് മെമ്മറി കൺസോളിഡേഷനും, ഇത് രണ്ടും നടക്കുന്നത് ആ സ്ലീപ്പിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ്. ഈ എല്ലാ സ്റ്റേജസും ഏകദേശം 90 മിനിറ്റ് സൈക്കിളിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് അൾട്രേഡിയൻ റിതം. അപ്പോൾ 90 മിനിറ്റ്സിൻ്റെ സൈക്കിളിൻ്റെ ഒരു 4-5 സൈക്കിളാണ് നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 4-5 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ദൈർഘ്യത്തിൻ്റെ 4-5 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 6 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ്. ആ ഒരു 6 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആകണത്, അല്ലെങ്കിൽ ബ്രെയിൻ്റെ പല ഇമ്പോർട്ടൻറ്റ് പ്രക്രിയകൾ നടക്കണം. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പ്രക്രിയകളിൽ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെമ്മറി കൺസോളിഡേഷൻ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. അതുകൂടാതെ മെറ്റബോളിക് വേസ്റ്റ് ക്ലിയർ ചെയ്യണ ഒരു പ്രോസസ്സ്, അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ക്ലിയർ ചെയ്യണ ബീറ്റാ അമിലോയിഡ് പ്രോട്ടീൻസ് ഒക്കെയാണ്. ആ പ്രോട്ടീൻസാണ് അൽഷിമേഴ്സ് ഡിസീസിൽ അക്യൂമുലേറ്റ് ചെയ്യണത്. ആൻഡ് ഓൾസോ ഈ ഒരു നമുക്ക് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോക്കസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതിനെല്ലാത്തിനെയും ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് കാരണം നമുക്ക് ആ ഡീപ്പ് സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് കിട്ടാത്ത. അതുകൂടാതെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അമിഗ്ഡാല, നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രെയിൻ റീജിയനാണ് അഫക്റ്റ് ചെയ്യണത്. ആ ബ്രെയിൻ റീജിയൻ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ദേഷ്യം കൂടുതൽ കാണിക്കും. ഇതാണ് ഈ ഉറക്കം കിട്ടാതെ വരുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റണത്. നമ്മൾ റോഡിലേക്ക് ഇത്രയും ആ ഒരു ആർഗ്യുമെന്റ്സും എല്ലാം വരാൻ കാരണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോരുത്തർക്കും ദേഷ്യം വരാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ആ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറഞ്ഞ ആൾക്കാർക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ആങ്സൈറ്റി ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ആങ്കർ ഇഷ്യൂസ് എല്ലാം കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഈസ് റീസെറ്റിംഗ് അവർ ബ്രെയിൻ. ആ ഇമോഷണൽ ബേസ് ലൈൻ ലെവൽ അല്ലെങ്കിൽ ആ നമുക്ക് ആ കംപ്ലീറ്റ് റിലാക്സേഷൻ കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് ദിസ് ഈസ് ദ ഏരിയ, അല്ലെങ്കിൽ ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൻ്റെ സമയത്താണ് നമുക്ക് ആ കംപ്ലീറ്റ് ആ ഇമോഷൻസിൻ്റെ ഡീഫ്രാഗ്മെൻറ്റേഷനൊക്കെ നടക്കുന്നത്. കംപ്ലീറ്റ് നമുക്ക് അതുകൊണ്ടാണ് ആ റിലാക്സേഷനൊക്കെ കിട്ടാനായിട്ടുള്ളൊരു കാരണം. പിന്നെ അത് കൂടാതെ ബ്രെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നത് ഈ ഉറക്കത്തിൻ്റെ സമയത്ത്. നമുക്ക് ഈ
ഈ അൽഷീമേഴ്സും പാർക്കിൻസൺ അങ്ങനത്തെ പല ഡിസീസ് കണ്ടീഷൻ എടുത്താലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് പ്രോട്ടീൻ അഗ്രിഗേഷൻ. അത് അൽഷീമേഴ്സിന്റെ കേസിലാണ് ഇറ്റ് ഈസ് ബീറ്റ അമിലോയിഡ് പ്ലേക്സ്, അതുപോലെ തന്നെ ടൗ അഗ്രിഗേഷൻ. പാർക്കിൻസന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ആൽഫ സൈനുക്ലിൻ അഗ്രിഗേറ്റ്സ്. അങ്ങനെ പലതരം അഗ്രിഗേഷൻ ആണ് നമ്മുടെ ബ്രെയിനിൽ കാണുന്നത്. കാരണം നമ്മൾ ഇപ്പൊ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആർ ഫയറിങ്. ആ ന്യൂറോൺസ് എല്ലാം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും there will be lot of neurotransmitters as well as chemicals that will be left out in the synapses. ഈ ജംഗ്ഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻസിന് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത് ഈ സിനാപ്സിലൂടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും പല കെമിക്കൽ എക്സ്ചേഞ്ചസും നടക്കണം. ആ എക്സ്ചേഞ്ചും കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ സമയത്ത് നടക്കണ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ വേസ്റ്റ് ആയിട്ട് അവശേഷിക്കും. ആ വേസ്റ്റിനെ ക്ലിയർ ചെയ്യണ സമയം ഉറക്കത്തിന്റെ സമയമാണ്. ആ ഉറക്കത്തിന്റെ സമയത്ത് ഈ ക്ലിയറൻസ് നടക്കണ എല്ലാം ലിംഫാറ്റിക് സിസ്റ്റം വഴിയാണ്. ആ ക്ലിയറൻസ് അത് ഗ്ലയൽ സെൽസും ലിംഫാറ്റിക് സിസ്റ്റവും കൂടെയാണ് ഈ എല്ലാ ക്ലിയറൻസും നടത്തണം. ആ ക്ലിയറൻസ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് അക്യൂമുലേറ്റഡ് പ്രോട്ടീൻസ് ആസ് വെൽ ആസ് ടോക്സിൻസ്. ഇതാണ് നമ്മൾ അൽഷീമേഴ്സിന്റെയും പാർക്കിൻസന്റെ ഒക്കെ കേസിൽ കൂടുതൽ കാണുന്നതും. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ. ഇത് ആദ്യത്തെ സ്റ്റേജിൽ മെന്റൽ ഫെറ്റീഗ് ആയിട്ടായിരിക്കും, അതുപോലെ തന്നെ മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ക്ലിയറൻസ് പ്രോപ്പറായിട്ട് നടക്കാതെ ഇറ്റ് ഡിക്ലൈൻസ് അവർ കോഗ്നേറ്റീവ് പെർഫോമൻസ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. ആൻഡ് നൗ വി നോ ദാറ്റ് സ്ലീപ്പ് ഈസ് നോട്ട് എ ലക്ഷറി, ഇറ്റ് ഈസ് എ ബയോളജിക്കൽ നെസസിറ്റി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് നമ്മുടെ ഓവറോൾ മെന്റൽ വെൽനെസ്സിന്. അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് എവിഡൻസ് ആണ്. സ്ലീപ്പ് കിട്ടിയ ആൾക്കാരും നല്ല സ്ലീപ്പ് ക്വാളിറ്റി കിട്ടിയ ആൾക്കാരും സ്ലീപ്പ് ക്വാളിറ്റി കിട്ടാത്ത ആൾക്കാരുമായിട്ട് റെഡ് ലൈൻ കാണിക്കുന്ന നല്ല സ്ലീപ്പ് ക്വാളിറ്റി കിട്ടിയ ആൾക്കാരുടെ മെമ്മറി റീകോളിംഗ് എബിലിറ്റി വിൽ ബി 60 to 70%. ആ സ്ലീപ്പ് ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ഇറ്റ് റെഡ്യൂസസ് ടു 20 to 10%. എന്ന് വെച്ചാൽ ദർ ഇസ് 3 to 4 fold ഡിക്രീസ് ഇൻ ദ ഓവറോൾ റീകോളിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി റീകോളിംഗ് കപ്പാസിറ്റി 3 to 4 മടങ്ങ് കുറയുമെന്നാണ് പറയണം ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ. അത് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചെറിയ ചെറിയ ഓർമ്മക്കുറവായിട്ടായിരിക്കും തുടങ്ങുന്നത്. ബട്ട് ഇറ്റ് ലീഡ്സ് ടു ലോട്ട് ഓഫ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ ലൈക്ക് അൽഷീമേഴ്സ്. പിന്നെ നമുക്ക് ആ കംപ്ലീറ്റ് മെമ്മറി ലോസിലേക്കൊക്കെ എത്തണം ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയാണ് സ്ലീപ്പ്. അപ്പൊ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഇൻഫ്ലുവൻസസ് അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ വിച്ച് ഇസ് കോൾഡ് ദ മിസ്സിംഗ് ലിങ്ക്. കാരണം അധികം ആൾക്കാർ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയാണ് സ്ലീപ്പ് ക്വാളിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹൗ ഇറ്റ് ഡിസ്റ്റർബ്സ് അവർ ഗട്ട്. നിങ്ങൾ തന്നെ ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങാത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനൊക്കെ കോംപ്രമൈസ്ഡ് ആവും. അതിന് കാരണം നമ്മുടെ ഗട്ടിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഗട്ടിൽ ചേഞ്ചസ്, ഗട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഗട്ട് ഈസ് കോൾഡ് ആസ് എ സെക്കൻഡ് ബ്രെയിൻ. ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂറോണൽ കണക്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ ന്യൂറോൺസ് ഉള്ളത് ഈ ഗട്ടിലാണ്. ഗട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ടു ഏനസ് ആണ് ഗട്ട് എന്ന് പറയണമെങ്കിലും അതിൻ്റെ മേജർ ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ബിക്കോസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് ഹാവിങ് മില്യൺസ് ഓഫ് ബാക്ടീരിയൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ മൈക്രോബിയൽ പോപ്പുലേഷൻ. ഈ മൈക്രോബ്സിന് വളരെയധികം നമ്മുടെ ഹെൽത്തിനായിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള മിക്ക മോളിക്യൂൾസും റിലീസ് ചെയ്യണത് ഈ ഗട്ടിൽ നിന്നാണ്. അപ്പോൾ ഗട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് കോൾഡ് ആസ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും സബ്സ്ട്രേറ്റ്സ് എല്ലാം ബിൽഡ് ചെയ്യണത് ഈ ഗട്ടിൽ വെച്ചിട്ടാണ്. എന്നിട്ടാണ് അത് ബ്രെയിനിലേക്ക് എത്തിക്കണം. നമ്മൾ ഇതുവരെ വിചാരിച്ചത് എന്താണ് ഡയറക്റ്റ്ലി പല ന്യൂറോ ട്രാൻസ്മിറ്റർ എല്ലാം ബ്രെയിനിൽ തന്നെയാണെന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ കുറേ സബ്സ്ട്രേറ്റ്സ് അതുപോലെ തന്നെ പ്രിക്കർസർ മോളിക്യൂൾസ് എല്ലാം ഗട്ടി സിന്തസൈസ് ചെയ്തിട്ടാണ് ബ്രെയിനിലേക്ക് എത്തിക്കണത്. പിന്നെ 90% സെറട്ടോണിൻ ഈസ് റിലീസ്ഡ് ഇൻ ദ ഗട്ട്, 50% ഡോപ്പാമിൻ ഈസ് റിലീസ്ഡ് ഇൻ ദ ഗട്ട്. ഈ ഗട്ടിൽ റിലീസ് ചെയ്യണ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നും ഡയറക്റ്റ്ലി ബ്രെയിനെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ബട്ട് ഇറ്റ് ചേഞ്ചസ് ദ ബ്രെയിൻ നെറ്റ്വർക്ക്. വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ ഗട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി ബ്രെയിനിലേക്ക് പോണ ഒരു നെർവ് ഉണ്ട്. ആ ബ്രെയിൻ നെർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ബ്രെയിനിലുള്ള ആ ഡോപ്പാമിൻ്റെ സെറട്ടോണിൻ്റെയും അളവ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യണം, നമ്മൾ ആ ഭക്ഷണം ചേഞ്ച് ചെയ്യണ അനുസരിച്ച്. അപ്പോൾ ഈ ഹെൽത്ത് എല്ലാം കൺട്രോൾ ചെയ്യണത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സിംബയോട്ടിക് മൈക്രോബിയൽ പോപ്പുലേഷൻ. അത്രയും കൂടുതൽ മൈക്രോബ്സ് നമ്മുടെ ഗട്ടിലുണ്ട്. നമുക്ക് എല്ലാ സെൽസിനേലും കൂടുതൽ
നമ്മുടെ ടോട്ടൽ ശരീരത്തെ ഏകദേശം ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ അതിനേലും കൂടുതൽ മൈക്രോബ്സ് നമ്മുടെ ബോഡിയിൽ റിസൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ഹാവിങ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് അസ്. ആ റിലേഷൻഷിപ്പാണ് ഈ ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അപ്പോൾ ഗട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഓവറോൾ മെൻറ്റൽ വെൽബീങ്. ഇപ്പോൾ 3 രീതിയിലാണ് ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകണം. ഒന്ന് എൻഡോക്രൈൻ ഡയറക്റ്റ് HPA ആക്സിസ് വഴി, then there is immune connection and also direct connection through vagus nerve. ഈ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ മേജർ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യണം, ലൈക്ക് മൂഡ്, കോഗ്നീഷൻ ആൻഡ് ഓവറോൾ മെൻറ്റൽ ഹെൽത്ത്. ഈ നോർമൽ പോപ്പുലേഷൻ ഓഫ് മൈക്രോബ്, ഞാൻ നേരത്തെ പറഞ്ഞ സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ നിന്ന് അതൊരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ഈ മൈക്രോബിയൽ പോപ്പുലേഷനിൽ ഡിസ്റ്റർബൻസ് തുടങ്ങും. ആ ഡിസ്റ്റർബൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ മൈക്രോബിൽ നിന്ന് ഇത് പാത്തോജനിക് മൈക്രോബ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു ഷിഫ്റ്റിനെ നമ്മൾ ഡിസ്ബയോസിസ് എന്ന് പറയും. ഈ ഡിസ്ബയോസിസ് ആണ് മിക്ക നമ്മുടെ കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്. അത് ബ്രെയിനിനെ മാത്രമല്ല, ബ്രെയിനിലെ ഏകദേശം എല്ലാ കണ്ടീഷനും ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. അതുകൂടാതെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൈപ്പർ തൈറോയിഡിസം, ഒബേസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ തന്നെ റുമൈറ്റഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ IBS പോലത്തെ എല്ലാ മേജർ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഗട്ട് ഡിസ്ബയോസിസ്. ഈ ഗട്ട് ഡിസ്ബയോസിസ് ഈസ് ലൈക്ക് ആ ചേഞ്ച് ഇൻ മൈക്രോബിയൽ പോപ്പുലേഷൻ. ആ മെയിൻലി ആ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും നാൾ നമ്മൾ ബെനിഫിഷ്യലായിട്ട് നിന്ന ബാക്ടീരിയ ഒക്കെ ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് ആ പാത്തോജനിക് ബാക്ടീരിയ ഇൻവേഡ് ചെയ്യാൻ തുടങ്ങും. ആ പാത്തോജനിക് ബാക്ടീരിയ വന്നു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് കോസസ് ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷൻ ആണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഡിസീസ് കണ്ടീഷൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ ഇൻഫ്ലമേഷനെ കുറിച്ച് നമ്മൾ നേരിട്ട് ബ്രെയിനിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒതുക്കാം. അപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ലാബിൽ മനസ്സിലാക്കി ഇൻഫ്ലമേഷൻ വരുമ്പോൾ അല്ലെ ഗട്ടിൻ്റെ ഈ ബെനിഫിഷ്യൽ മൈക്രോബ്സ് പോയി കഴിയുമ്പോഴത്തേക്കും ഗട്ടിൽ ഇൻഫ്ലമേഷൻ വരും. ദാറ്റ് ഈസ് കോൾഡ് എസ് ഗട്ട് ഡിസ്ബയോസിസ്. അതെങ്ങനെയാണ് നമ്മുടെ മെമ്മറിനെ അല്ലെ കോഗ്നേറ്റീവ് ഡിക്ലൈനിലേക്ക് എത്തണേന്നാണ് നമ്മുടെ റീസെൻ്റ്ലി ഒരു കംപ്ലീറ്റ് ചെയ്ത പഠനത്തിൽ നിന്ന്, അതൊരു ഇൻഡോ ജർമ്മൻ കൊളാബറേഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഗട്ട് ഡിസ്ബയോസിസ് വരുമ്പോൾ എങ്ങനെയാണ് ആ ഇൻഫ്ലമേഷൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എത്തണം. അപ്പോൾ ബ്രെയിനിൽ എത്തുമ്പോഴത്തേക്കും ആ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് ആക്ടിവേറ്റ്സ് എ പർട്ടിക്കുലർ സെൽ പോപ്പുലേഷൻ കോൾഡ് ആസ് മൈക്രോഗ്ലിയ. ആ മൈക്രോഗ്ലിയ എന്നിട്ട് ന്യൂറോൺസിൻ്റെ നേരത്തെ പറഞ്ഞ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിനെ ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. കാരണം അതിനെല്ലാം ഡാമേജസ് കൊണ്ടുവരും. അപ്പോൾ മൈക്രോഗ്ലിയയിൽ ഇൻഫ്ലമേഷൻ സിഗ്നൽ ഗട്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ആ സിഗ്നൽ കാരണം മൈക്രോഗ്ലിയ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഈ മൈക്രോഗ്ലിയൽ പോപ്പുലേഷൻ, മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള സപ്പോർട്ടിങ് സെൽസ് ആണ്. പക്ഷേ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ബ്രെയിനിന് ഹാംഫുൾ ആയിട്ടുള്ള നമ്മൾ ചേഞ്ചസ് വന്നെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ന്യൂറോൺസിനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഗട്ട് ഡിസ്ബയോസിൻ്റെ സമയത്ത് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യണ പ്രോട്ടീൻ്റെ ഏരിയ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന് ഈ മൈക്രോഗ്ലിയ ഡാമേജ് വരുത്തും. അതാണ് നമ്മുടെ ഓർമ്മശക്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മേജർ റീസൺ എന്ന് നമ്മുടെ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം നേരത്തെ പറഞ്ഞ ഗട്ട് ഡിസ്ബയോസിസ് ലീഡിങ് ടു ഇൻഫ്ലമേഷൻ, ആ ഇൻഫ്ലമേറ്ററി സിഗ്നൽ ബ്രെയിനിലെത്തുമ്പോൾ മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞ ഈ സെൽസ് ആക്റ്റീവ് ആവും ആൻഡ് ദാറ്റ് വിൽ പ്രൂൺ ദ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്. അങ്ങനെയാണ് നമ്മുടെ മെമ്മറി പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യണ ഏരിയ നശിപ്പിക്കപ്പെടുന്നതും അത് നമ്മുടെ മെമ്മറി സ്റ്റോറേജിനെ ബാധിക്കണതും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ പാത്വേയിൽ ലീഡ് ചെയ്യണം. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വി മൈ തിങ്ക് ദാറ്റ് ഈസ് എ സിമ്പിൾ തിങ്, പക്ഷെ ആ അഡിക്ഷനിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് അവർ സ്ലീപ്പ് ക്വാളിറ്റി. ആ സ്ലീപ്പ് ക്വാളിറ്റി അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഗട്ട് ഡിസ്ബയോസിസ്. ആ ഡിസ്ബയോസിസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ. നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ വീക്കങ്ങളാണ്. അത് ആദ്യം വീക്കം തുടങ്ങണത് നമ്മുടെ ആമാശയത്തിലാണ്. അതാണ് ഈ ഗട്ട് ഡിസ്ബയോസിസിലൂടെ എത്തണത്. ആ വീക്കത്തിൻ്റെ ഇൻഫർമേഷൻ പല ഏരിയാസിലേക്കും സ്പ്രെഡ് ചെയ്യും. വന്നിട്ട് ഇതാണ് ആക്സിലറേറ്റഡ് ബ്രെയിൻ ഏജിങ്ങിൻ്റെ ഒരു മേജർ റീസൺ. ആൻഡ്
then there is reduced mental clarity. ക്ലിയർ ആണല്ലോ അല്ലെ ഇതുവരെയുള്ളത്? Yes, yes, ഓഡിബിൾ അല്ലേ? yes. ഇനി ഇടയ്ക്കെങ്ങാനും ബ്രേക്ക് ആയെന്ന് നോക്കാൻ വേണ്ടിയാ. ഇല്ല, ഇല്ല. Okay. Pretty So- clear, very clear. Okay. Yes, What we are enjoying. yes. Okay. So this is the pathway that we focused on, like digital addiction leading to poor sleep, leading to gut dysbiosis. ആ ഡിസ്ബിയോസിസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ, അങ്ങനെയാണ് ആക്സലറേറ്റഡ് ബ്രെയിൻ ഏജിങ്ങിലേക്കും ആൻഡ് റെഡ്യൂസ്ഡ് മെന്റൽ ക്ലാരിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഡിജിറ്റൽ ടോക്സിസിറ്റി നമ്മളെ ബാധിച്ചേക്കുന്നത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പല മെക്കാനിസം ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഡിജിറ്റൽ ഡീടോക്സ് പ്രോട്ടോകോൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ തന്നെ അഡിക്ഷൻ വന്നിട്ടുണ്ടാകുന്ന ഏറ്റവും എളുപ്പത്തിൽ നോക്കാൻ പറ്റാൻ ഞങ്ങളുടെ ഇപ്പം മെന്റസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ആപ്പ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഷെയർ ചെയ്ത പിക്ചറിൽ അതിൻ്റെ QR കോഡ് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ആ QR കോഡ് ഇപ്പോൾ ഓൾ ഇന്ത്യ എല്ലാവരും സ്കാൻ ചെയ്ത് ഈ ഒരു ഡിജിറ്റൽ സർവേ എടുക്കണതാണ്. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ദ മെന്റസി ആപ്പ് യു ക്യാൻ സ്ക്രീൻ യുവർ ലൈക്ക് ആ ഡിജിറ്റൽ ടോക്സിസിറ്റി ലെവൽസ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവെയർ ആകുക എന്നുള്ളതാണ്. ഫസ്റ്റ് വീക്കിൽ നമ്മൾ അവെയർ ആയിട്ട് അത് മാക്സിമം ഒരു 1-2 മണിക്കൂർ നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ടൈം വെച്ചിട്ട് ആദ്യത്തെ ആഴ്ച നമ്മൾ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് വരുമ്പോഴത്തേക്കും വി ട്രൈ ടു റീപ്ലേസ് തിങ്സ്. എന്ന് വെച്ചാൽ നമ്മൾ പല നല്ല ആക്ടിവിറ്റീസിലേക്ക് മാറാൻ തുടങ്ങും. കാരണം ഒരു കാര്യം നമ്മുടെ ബ്രെയിനിനെ അഡിക്റ്റഡ് ആയിട്ടുള്ള മാറ്റണമെങ്കിൽ വേറെ ഏതെങ്കിലും ബെനിഫിഷ്യൽ പാത്ത് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ റീഡിങ്ങിലേക്ക് മാറുക, അല്ലെങ്കിൽ വാക്കിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഹോബി, പാട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ ചെയ്യാൻ പറ്റാഞ്ഞ പല ഹോബീസും നമുക്ക് ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സെക്കൻഡ് വീക്കിൽ ആ റീപ്ലേസ്മെന്റ്. ആൻഡ് തേർഡ് വീക്ക് ഈസ് ലൈക്ക് ഷോർട്ട് ഡീടോക്സ്. അത് ആ ഷോർട്ട് ഡീടോക്സ് നമ്മളെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഒട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഷോർട്ട് ഡീടോക്സിൻ്റെ ഒക്കെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും വി വിൽ സീ ഹൗ അവർ മൂഡ് ആൻഡ് എനർജി ഷിഫ്റ്റ് ഹാപ്പൻസ്. അത്രയും കൂടുതൽ നമുക്ക് ചേഞ്ചസ് വന്നു തുടങ്ങും. അത് കഴിഞ്ഞ് ഫോർത്ത് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ദിസ് ആക്ടിവിറ്റി, ലൈക്ക് എസ്റ്റാബ്ലിഷ് റെഗുലർ ഡിജിറ്റൽ ഡീടോക്സ് ഓർ കർഫ്യൂ. അത് കഴിഞ്ഞിട്ട് ചില കൺസിഡർ ലൈക്ക് ഒരു കംപ്ലീറ്റ് ഒരു ദിവസം നമ്മൾ പല ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസവും നമുക്ക് എത്രത്തോളം ഫോണിൻ്റെ ടൈം കുറക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ ലൈഫിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഫോണിൻ്റെ കൺട്രോളിലായിരുന്നു, ബട്ട് നൗ വി വിൽ ടേക്ക് ഓവർ ദ കൺട്രോൾ ഓവർ അവർ ഫോൺ. അതാണ് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോണൊന്നും കംപ്ലീറ്റ്ലി യൂസ് ചെയ്യരുതെന്നല്ല പറയണത്. സോ ദ കൺട്രോൾ ഓഫ് യുവർ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം ആ ഒരു ഫോൺ യൂസേജ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം ആ ഒരു അഡിക്ഷൻ പാത്വേ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതർവൈസ് ദിസ് ഈസ് എസെൻഷ്യൽ ആൻഡ് വി ഹാവ് ടു റെസ്ട്രിക്റ്റ് അവർ യൂസ്. അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രോബ്ലം വിച്ച് ഈസ് ദ ഡിജിറ്റൽ നോയ്സ്, കോഗ്നിറ്റീവ് ഓവർലോഡ്. അതുകൂടാതെ എങ്ങനെയാണ് കണ്ടിന്യൂസ് എലിവേഷൻ ഓഫ് കോർട്ടിസോൾ നമ്മുടെ ബ്ലഡിൽ വരുന്നത്, വിച്ച് ഈസ് കോസിങ് ദിസ് ഡിജിറ്റൽ ഫെറ്റീഗ്. അതാണ് നമ്മൾ പ്രോബ്ലമായിട്ട് അഡ്രസ്സ് ചെയ്തത്. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബ്രിഡ്ജ് വിച്ച് ഈസ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ബ്ലൂ ലൈറ്റ് വരുമ്പോഴത്തേക്കും മെലറ്റോണിൻ കുറയണതും, ആൻഡ് ദാറ്റ് മെലറ്റോണിൻ ലെവൽ കുറയുമ്പോൾ നമുക്ക് ആ ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ് വരും. അതുകൂടാതെ നമ്മുടെ നോൺ റീസ്റ്റോറേറ്റീവ് സ്ലീപ്പ് ഒക്കെ കോംപ്രമൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അഫക്റ്റഡ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്ലീപ്പ് ഈസ് ദ സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ്
മോസ്റ്റ് ഓഫ് ദ ഫിസിയോളജിക്കൽ ചേഞ്ച് ഇൻ യുവർ ബോഡി. അത് കഴിഞ്ഞ് ഈ സ്ലീപ്പ് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ ബാധിക്കണേന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90 to 95% ഓഫ് സെറട്ടോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗട്ട്. ആൻഡ് ഈ ഒരു സെറട്ടോണിൻ പ്രൊഡക്ഷൻ നമ്മളെ ശരിക്കും ഭയങ്കര ബെനിഫിഷ്യൽ ഇഫക്റ്റ് ആണ് നമുക്ക് തന്നെ നമ്മുടെ മൂഡ് ആൻഡ് ഓവറോൾ റിലാക്സേഷന് വേണ്ടി. പക്ഷെ അത് ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ സിഗ്നല് ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിനിൽ എന്താണ് റാഫെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സെറട്ടോണിൻ റിലീസ് ചെയ്യണ സെൽസ്, അവിടുത്തെ ആ ക്ലസ്റ്റർ ഓഫ് ന്യൂക്ലിയായി gets affected, which reduces the overall production of serotonin in the brain. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൻ്റെ റിലാക്സേഷൻ മോഡിൽ നിന്ന് മാറി നമ്മൾ കണ്ടിന്യൂസ്ലി അജിറ്റേറ്റഡ് ആകാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പെർഫോമൻസും മാറണതും ആങ്സൈറ്റി ലെവലൊക്കെ കൂടുന്നത്. ദെൻ നമ്മൾ ഈ സൊല്യൂഷനായിട്ട് നമ്മൾ ഡിജിറ്റൽ ഡീടോക്സ് പറഞ്ഞ് ദെൻ ഇൻവോൾവ് ഇൻ റീപ്ലേസ്മെന്റ് സ്ട്രാറ്റജീസ്. പിന്നെ അതുകൂടാതെ ഗട്ടിൻ്റെ ഹെൽത്ത് കൂട്ടാനായിട്ടുള്ള ഡയറ്റ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ആയിട്ട് പറയണത് ഫൈബർ റിച്ച് ഫുഡും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡും. കാരണം ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ മൈക്രോബ്സ് ഹാപ്പി ആകണത്. നമ്മുടെ ഉള്ളിലുള്ള ഈ സൂക്ഷ്മാണുക്കൾക്ക് ഏറ്റവും ആവശ്യം ഫൈബർ അടങ്ങിയ ഭക്ഷണമാണ്. കാരണം ഫൈബർ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഈ ഫൈബറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോളർ ഷുഗേഴ്സും കാർബോഹൈഡ്രേറ്റായിട്ടൊക്കെ മാറ്റണത് ഈ മൈക്രോബ്സ് ആണ്. അപ്പോൾ മൈക്രോബ്സിൻ്റെ ബെറ്റർ മൈക്രോബ്സ് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങും. ഈ മൈക്രോബ്സ് ഫ്ലറിഷ് ചെയ്യണതനുസരിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ ബെറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ തന്നെ ബെറ്റർ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് പോലത്തെ കെമിക്കൽസ് റിലീസ് ചെയ്യും. ദോസ് കെമിക്കൽസ് ഇൻഫ്ലുവൻസസ് അവർ ബ്രെയിൻ. അപ്പോൾ നല്ല ബാക്ടീരിയ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കണം. കാരണം ഫ്രീ റാഡിക്കൽസ് ആർ ദ ടോക്സിൻസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ. അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് കഴിക്കണം. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അതിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലത്തെ മോളിക്യൂൾസ് നമുക്ക് സീ ഫുഡിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സീ ഫിഷസിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ ഡിജിറ്റൽ ഹൈജീൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് എങ്ങനെ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടാൻ പറ്റുമെന്ന്. അത് സ്ലീപ്പ് ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് പല സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നീക്സ് ഉണ്ട്. ലൈക്ക് അത് നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കുക. അതുകൂടാതെ രാവിലെയുള്ള സൺലൈറ്റ് എക്സ്പോഷർ, നേരത്തെ പറഞ്ഞ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് മെലറ്റോണിൻ റിലീസ് ഫ്രം ദ പൈനിയൽ ഗ്ലാൻഡ് ആഫ്റ്റർ 14 to 16 hours. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മെലറ്റോണിൻ വന്നിട്ട് നമുക്ക് ആ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് പല റിലാക്സേഷൻ റിച്വൽസ് ബിഫോർ സ്ലീപ്പ് ലൈക്ക് റീഡിങ്, സം കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇഫക്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഈസ് ടു ഇൻക്രീസ് അവർ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഇങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് സൈക്കിൾ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓവറോൾ ബ്രെയിൻ പെർഫോമൻസിലേക്ക് എത്തണത്. അപ്പോൾ നമ്മൾ ബ്രെയിൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ, improved microbiome brain alliance, emotional regulation will increase, and also enhanced neuroplasticity. ഇപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂടുന്ന അനുസരിച്ചാണ് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റണത്. ഇതെല്ലാത്തിനും ഈ ഒരു മെൻ്റൽ ക്ലാരിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഒറ്റടിക്ക് വരുക, അതാ നമുക്ക് ഡേ ടു ഡേ പ്രാക്ടീസ് വേണമെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അതിനാണ് രാവിലെയുള്ള ഒരു സിംഗിൾ പോസിറ്റീവ് തോട്ടിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റം കൊണ്ടുവരണമെന്ന് പറയണം. കാരണം നമ്മൾ രാവിലത്തെ ആ തോട്ട് വഴി നമുക്ക് കുറേ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരാൻ പറ്റും. ദലൈലാമ പറഞ്ഞേക്കണം, ജസ്റ്റ് വൺ സ്മോൾ പോസിറ്റീവ് തോട്ട് ഇൻ ദ മോർണിംഗ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ഡേ. ഇത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കണേ? നമ്മൾ കറണ്ട് ന്യൂറോ സയൻസിൻ്റെ നോളജോ അതുകൂടാതെ നമ്മൾ സെൻറ്ററിൽ നിന്ന് പല പ്രോജക്റ്റിലൂടെ ഇവോൾവ് ചെയ്ത കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായ
ഒരു ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട്, ഈ ഒരു ചാർട്ട് ഞാൻ ചെയ്യുന്ന ടൈം അനുസരിച്ചാണ്. ഇത് 7 മണിക്ക് മുമ്പ് എപ്പോൾ വേണേലും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ചാർട്ടാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യം തന്നെ നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 80 to 90% ഓഫ് അവർ തോട്ട് വിൽ ബി ഓഫ് പ്രീവിയസ് ഡേ. അതിൻ്റെ അകത്തൊരു 85% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ആ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് തോട്ട് കൊണ്ട് നടക്കണം. അപ്പോൾ പോസിറ്റീവ് തോട്ട് വരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഫോക്കസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫസ്റ്റ് നമ്മൾ ആക്ടിവിറ്റി പറയണമെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ എണീറ്റ ഉടനെ 3 കാര്യങ്ങൾ കട്ടിലിരുന്നുകൊണ്ട് നിവർന്നിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് നമ്മൾ കട്ടിലിൽ നിവർന്നിരുന്നുകൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇൻഹലേഷനും എക്സലേഷനിലും നമ്മൾ മനസ്സ് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സെയിൽ ചെയ്യുമ്പോഴും ഇൻവോൾവ് യുവർ മൈൻഡ്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെയ്യാം. അടുത്ത 2-3 മിനിറ്റ് നമ്മുടെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അത് കാരണം നമ്മൾ അത്രയും ഒരു ന്യൂസ് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ പല മീഡിയയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും മെജോറിറ്റി. നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 വാർത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 8 തൊട്ട് 9 വരെ നെഗറ്റീവ് വാർത്തകളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് വാർത്തകളാണ് നമ്മുടെ നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യണം. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുക. അതാണ് പോസിറ്റീവ് അഫർമേഷൻ. രാവിലെ ഒരു 2-3 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് ജസ്റ്റ് വിഷ്വലൈസ് ഹൗ യുവർ ഡേ ഷുഡ് ബി. നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ അവരെന്താണ് ആകാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ അത് ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ പറയും. ദിസ് കണ്ടിന്യൂസ് വിഷ്വലൈസേഷൻ കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ കണ്ടിന്യൂസ്ലി വിഷ്വലൈസ് ചെയ്യണ അത് ഡോമിനൻ്റ് നെറ്റ്വർക്കായിട്ട് മാറും. ഇപ്പോൾ ബ്രെയിനിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യണ അനുസരിച്ച് അത് റിയൽ ആയിട്ട് മാറാൻ തുടങ്ങും. കാരണം ദാറ്റ് വിൽ ബി എ ഡോമിനൻ്റ് നെറ്റ്വർക്ക്. ദാറ്റ് ഡോമിനൻ്റ് നെറ്റ്വർക്ക് വിൽ പുഷ് യു ടു അച്ചീവ് ദാറ്റ് ഗോൾ. അങ്ങനെയാണ് നമുക്ക് ആ നെറ്റ്വർക്ക് മാറ്റം വരണത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ബ്രെയിനിന് റിയൽ ഏതാണ് അൺറിയൽ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ ഫീഡ് ചെയ്യണ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അത് കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ വിഷ്വലൈസേഷൻ വഴി നമുക്ക് ആകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ആകണമെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വിൽ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ നെറ്റ്വർക്ക് മാറാൻ തുടങ്ങും. അങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ സി ട്രെമൻഡസ് ഇംപ്രൂവ്മെന്റ്. ഈ 3 കാര്യങ്ങൾ രാവിലെ എണീറ്റ് കട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിവർന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2-3 ഗ്ലാസ് മിനിമം വെള്ളം കുടിക്കുക. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും വാട്ടർ കണ്ടന്റ് ഉള്ള ഓർഗനാണ്. ഇപ്പോൾ കുറച്ചൊരു 1% ഓഫ് വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ കോർട്ടിസോൾ ലെവൽ വിൽ കം അപ്പ്. ഈ കോർട്ടിസോൾ ലെവലാണ് നമുക്ക് ആങ്സൈറ്റിയും അതുകൂടാതെ പല സ്ട്രെസ് ഡിസോർഡേഴ്സിലേക്കൊക്കെ എത്തിക്കുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളൊരു ദിവസം അറിയാതെ നമ്മൾ കണ്ടിന്യൂസ്ലി AC ഇരുന്നാൽ തന്നെ നമ്മുടെ ഡീഹൈഡ്രേഷൻ വിൽ ബി മച്ച് ഫാസ്റ്റർ. പക്ഷെ നമ്മളത് അറിയില്ല. നമുക്ക് വെള്ളം കുടിക്കാനുള്ള ദാഹം പോലും വരില്ല. പക്ഷേ AC ഇരിക്കുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ഡീഹൈഡ്രേറ്റഡ്. ആ ഡീഹൈഡ്രേഷൻ ആണ് നമുക്ക് പല മെന്റൽ ഫോഗിങ്ങിനും അല്ല പല ബ്രെയിൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിലേക്ക് എത്താനുള്ള മെയിൻ കാരണം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ, കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, കൂടുതൽ സ്ട്രോക്ക് വരണതും ഹാർട്ട് അറ്റാക്ക് വരുന്നതൊക്കെ ആ രാവിലത്തെ ടൈം പോയിന്റ് ആയിരിക്കും. ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആകണം. ഇപ്പോൾ രാത്രി കിടക്കണതിന് മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി രാവിലത്തെ സൺലൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസിന്റെ ആക്ടിവേഷൻ വരണമെങ്കിൽ യു ഷുഡ് സ്പെൻഡ് സം ടൈം ഔട്ട്ഡോർ. അപ്പോൾ രാവിലത്തെ ആ ഒരു കുറച്ച് നേരം നമ്മൾ ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ആ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൺലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ജീവജാലത്തിനെ കണ്ടിട്ടുണ്ടോ സ്ട്രെച്ച് ചെയ്യാതെ എണീക്കാതെ?
എണീക്കണത്. പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, സിംഹം ആയിക്കോട്ടെ, ഏതൊരു ആനിമലും സ്ട്രെച്ച് ചെയ്തിട്ടേ തുടങ്ങുള്ളൂ, എക്സെപ്റ്റ് ഹ്യൂമൻ. അപ്പോൾ ആ സ്ട്രെച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഓവറോൾ നമ്മുടെ മസിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഡോപ്പാമിൻ വിൽ കീപ്പ് us മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ ഡേ. അങ്ങനെയാണ് നമുക്ക് ആ ബ്രെയിനിൻ്റെ പെർഫോമൻസ് കൂടുന്നത്. പിന്നെ ആ സ്ട്രെച്ചിങ് കൂടാതെ എന്തെങ്കിലും ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർക്ക്, കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഈസ് ത്രൂ വേഗസ് നെർവ്. ആ കറക്റ്റ് ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗൽ നെർവ് ആക്ടിവേഷൻ കൊണ്ടുവരാൻ പറ്റും. ആ വേഗൽ നെർവ് ആക്ടിവേഷൻ വഴി നമുക്ക് ആ ഗട്ട് ബ്രെയിൻ ആക്സിസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കറക്റ്റ് ബ്രീത്തിങ് എക്സർസൈസ് പറയണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജസ്റ്റ് ആ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ആക്ടിവേഷൻ ഫുള്ളായിട്ട് കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ 1-2 മണിക്കൂർ കൂടുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് രാത്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഉറങ്ങണേലും അറ്റ്ലീസ്റ്റ് 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ള. ആൻഡ് ട്രൈ ടു ഹാവ് ലൈറ്റ് ഫുഡ് ഡ്യൂറിങ് നൈറ്റ്. കൂടുതൽ ഹെവി പ്രോട്ടീനുള്ള ഭക്ഷണം രാത്രി കഴിക്കാതിരിക്കുക. കാരണം നമ്മൾ അൺഡൈജസ്റ്റഡ് ആയിട്ടാണ് ഉറങ്ങണമെങ്കിൽ രാത്രി കിടന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് അബ്സോർപ്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ ബ്രെയിനിലേക്കുള്ള ഫ്ലോ കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കുക. ഒരു ദിവസം നിങ്ങൾ ഉറങ്ങണേന് ജസ്റ്റ് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക, ഒരു ദിവസം 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഏത് ദിവസമാണ് കൂടുതൽ എനർജി ഫീൽ ചെയ്യണതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഭക്ഷണം ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വി വിൽ ഫീൽ ലെത്താർജിക് ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഡേ. അതിന് മേജർ റീസൺ ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ബ്രെയിനിലേക്ക് നടക്കാത്തതുകൊണ്ടാണ്. സോ ഹാവ് യുവർ ഡിന്നർ അറ്റ്ലീസ്റ്റ് 2 to 3 hours before sleeping, as well as reduce the quantity as well as heaviness of the diet. കാരണം നമ്മൾ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ഫുഡൊന്നും രാത്രി കഴിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ റിസർച്ച് പറയണത് നമുക്ക് ആ ഡിജിറ്റൽ ടോക്സിസിറ്റി രാത്രി മാക്സിമം കുറക്കുക എന്നുള്ള. അത് കൂടാതെ ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷറും. ഇപ്പോൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ടിവിയും മൊബൈൽ ഫോണിൽ നിന്നൊക്കെ ഡിജിറ്റൽ ആ എക്സ്പോഷർ മാക്സിമം നമ്മൾ ഒരു 1-2 മണിക്കൂർ മുമ്പ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് പറയണ 2 മണിക്കൂറാണ്. പക്ഷെ ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നാൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും ആ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്ന് മാറുക. സോ യു ക്യാൻ സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി, അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം. ഇതെല്ലാം ചെയ്യാം. ആ ഉറങ്ങണേന് മുമ്പുള്ള 1-2 മണിക്കൂർ നമ്മൾ ഗാഡ്ജറ്റ്സിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കൂടാൻ തുടങ്ങും. ആൻഡ് ബിഫോർ സ്ലീപ്പ് തിങ്ക് അബൌട്ട് ഗുഡ് തിങ്സ്, അല്ലെങ്കിൽ നല്ല ബുക്ക് വായിക്കുക, നല്ല ചിന്തകളായിട്ട്. എല്ലാ റിലീജിയനിലും രാത്രി പ്രെയർ കൊണ്ടുവരാനുള്ള ഒരു മേജർ റീസൺ ഈസ് ടു കാം യുവർ ബ്രെയിൻ, അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പം അതിനുവേണ്ടി നല്ല തോട്ട്സ് എൻ്റർടൈൻ ചെയ്തിട്ട് കിടക്കുക. അല്ലാതെ ന്യൂസ് വായിച്ചിട്ട് അല്ലെങ്കിൽ FIRും ക്രൈമും പോലത്തെ പരിപാടികൾ കണ്ടിട്ട് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതെല്ലാം നിങ്ങളുടെ നെറ്റ്വർക്കായിട്ട് മാറാൻ തുടങ്ങും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണ അനുസരിച്ച് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യും. അപ്പം അങ്ങനെയാണ് ഉറങ്ങണേന് മുമ്പുള്ള കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റാണ്. കാരണം ഉറങ്ങണേന് മുമ്പ് നമ്മൾ ഫീഡ് ചെയ്യണ കാര്യങ്ങൾ ഗെറ്റ്സ് കൺസോളിഡേറ്റഡ് ഇൻ ടു അവർ മെമ്മറി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയണമെന്ന് വെച്ചാൽ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്സ് കണ്ടിന്യൂസ്ലി രാത്രി ഉറക്കത്തിന് മുമ്പ് വായിച്ചിട്ട് കിടക്കാൻ പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാറ്റ് ബിക്കംസ് എ ഡോമിനൻറ്റ് നെറ്റ്വർക്ക്. അത് കുറേം കൂടി എളുപ്പമാകാൻ തുടങ്ങും. അപ്പം അങ്ങനെ നമുക്ക് ആ കംപ്ലീറ്റ് ബ്രെയിനിനെ റീവയർ ചെയ്യാൻ പറ്റും. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ഡേ വിത്ത് ബെറ്റർ തോട്ട്സ് ആൻഡ് ഓൾസോ എൻഡിങ് അവർ ഡേ വിത്ത് ഗുഡ് പോസിറ്റീവ് അഫർമേഷൻസ്. ഇതെല്ലാം നമ്മൾ സെൻറ്റർ ചെയ്യുന്ന റിസർച്ച് ബേസിസിലാണ് സൊസൈറ്റിയിലേക്ക് എത്തിക്കണത്. സോ ഫ്രം ഇപ്പോൾ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് ആൻഡ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, ഇതെല്ലാം
നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇൻഫർമേഷൻ റിസർച്ചിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം റിസർച്ച് ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് നമ്മളിതെല്ലാം തുടങ്ങിയത്. കാരണം നമ്മൾ ഒരു PhD തീസിസ് ഒന്നും അലമാരികളിൽ ഒതുങ്ങേണ്ടതല്ല. ആ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക. അതുകൂടാതെ തന്നെ ന്യൂറോ സയൻസ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഏരിയ. ഇപ്പം ന്യൂറോ സയൻസിൻ്റെ റീസെൻറ്റ് ഇൻഫർമേഷൻ റിസർച്ച് ദാറ്റ് ആർ ഗോയിങ് ഓൺ അറൗണ്ട് ദ ഗ്ലോബ് ആസ് വെൽ ആസ് ഫ്രം അവർ ലാബ്, ഈ കാര്യങ്ങൾ കൂടുതൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രജ്ഞ എന്നുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്. പ്രജ്ഞയുടെ അണ്ടറിലാണ് നമ്മൾ ഇറ്റ് ഈസ് ലൈക്ക് എ ബ്രിഡ്ജിങ് സയൻസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഗവേഷണങ്ങൾ കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് നമ്മൾ ബേസിക് റിസർച്ചിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് ആ ബേസിക് റിസർച്ചിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കണം. ആൻഡ് ഈ ഒരു പാർട്ടിലാണ് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷനിലെ അൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ പ്രോജക്റ്റ് ചെയ്തിട്ട് വിച്ച് കുഡ് കൺവേർട്ട് കൊച്ചിൻ കോർപ്പറേഷൻ ആസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡിമെൻഷ്യ ഫ്രണ്ട്ലി സിറ്റി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ക്യാമ്പയിൻസും ചെയ്തിരുന്ന മെമ്മറി കഫേ, അതേപോലെ തന്നെ മെമ്മറി ക്ലിനിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ആൻഡ് വി സ്റ്റിൽ ഹാവ് എ ഡേ കെയർ സെൻറ്റർ റണ്ണിങ് അറ്റ് പച്ചാളം. അപ്പോൾ ഇതെല്ലാം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ന്യൂറോ ഡീജനറേഷൻ ലൈക്ക് അൽഷിമേഴ്സ്, പാർക്കിൻസണൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസീസ് മാനേജ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ അതിനൊന്നും ഒരു ക്യൂർ ഇല്ല. സോ ദാറ്റ്സ് വൈ വി ആർ ഫോക്കസിങ് ഓൺ പ്രിവെൻഷൻ. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രോജക്റ്റിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇതെല്ലാം വരാതിരിക്കാൻ എങ്ങനെ നോക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചറും അതുപോലെ തന്നെ പല കാര്യങ്ങളും എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള, സോ ഓവറോൾ ബെറ്റർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എങ്ങനെ കൂട്ടാം, ഈ ഒരു കാര്യം നമ്മൾ പല പ്രോജക്ട്സ് ആയിട്ട് കോളേജിലേക്ക് സ്റ്റുഡൻസിലേക്കും, അത് സ്റ്റുഡൻസിലേക്കുള്ള പ്രോജക്റ്റിന് നമ്മൾ ന്യൂറോ ബ്ലാസ്റ്റ് എന്ന് പേരിട്ട്, ന്യൂറൈറ്റ് എന്ന് പേരിട്ട്, സ്പോർട്സിൽ നമുക്ക് ഇതുവരെ നമുക്ക് ആ ന്യൂറോ ബേസ്ഡ് ഇൻ്റർവെൻഷൻ അധികം സ്പോർട്സിലൊന്നും വരാത്തൊരു ഏരിയയാണ്. ഇപ്പോൾ ന്യൂറോ ബേസ്ഡ് ഇൻ്റർവെൻഷൻ പ്രോജക്റ്റായിട്ട് നമ്മൾ ന്യൂറോ ബ്ലാസ്റ്റും പിന്നെ IT സെക്ടേഴ്സിൽ ന്യൂറോ സൈറ്റ് എന്നുള്ള പ്രോജക്റ്റ്, ഈ 3 പ്രോജക്റ്റാണ് കറൻ്റ്ലി നമ്മൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യണത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഫുട്ബോളിൽ അതുപോലെ തന്നെ IT സെക്ടേഴ്സിലൊക്കെ ചേഞ്ച് നമുക്ക് ആ പ്രോജക്ട്സ് കൊണ്ടുവന്നപ്പോഴേക്കും, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും അത്രയും നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റി. ഇതിൻ്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വലിലും നമ്മൾ ജസ്റ്റ് 6 ആഴ്ച ഈ പ്രാക്ടീസ് കൊടുത്തപ്പോൾ അവരിൽ വന്ന ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു 6 ആഴ്ചത്തെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷനിൽ ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും അധികം മാറ്റം വരുമെന്ന്. അത് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യണ 90-day പ്രോജക്റ്റാണ്. ബട്ട് വി കുഡ് സ്റ്റോപ്പ് ആഫ്റ്റർ 6 weeks വിത്ത് ദിസ് ലൈക്ക് ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് വെർ സീൻ ആഫ്റ്റർ ദെയർ 6 weeks ഓഫ് ഇൻ്റർവെൻഷൻ. ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ന്യൂറോ ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് വളരെയധികം നമുക്ക് ചേഞ്ചസ് കൊണ്ടുവന്നു. സോ ദീസ് ആർ അവർ ലാബ് റിസർച്ചേഴ്സ്. അപ്പോൾ ഇവർ ചെയ്യണ റിസർച്ച് വർക്കിൻ്റെ ബേസിസിലാണ് നമുക്കിങ്ങനെ കുറേ ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റണതും, അതുകൂടാതെ നല്ല പബ്ലിക്കേഷനും അതുപോലെ തന്നെ ഗവേഷണ ഫലങ്ങളും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റണതും. And we have a lot of support from other funding agency and never in jail. ഞാൻ 27 വർഷം ജയിലിലായിരുന്നു, പക്ഷെ എൻ്റെ മനസ്സൊരിക്കലും ജയിലിലായിരുന്നില്ല. കാരണം നമ്മളെല്ലാവർക്കും അത്രയും കൂടുതൽ കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. പക്ഷെ നമ്മളെല്ലാം ഈ ചെറിയ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങും അതുപോലെ തന്നെ പല എന്താണ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാം. സോ ആക്ച്വലി അവർ മെൻ്റൽ എനർജി, കാരണം നമ്മൾ മെൻ്റൽ എനർജി വേസ്റ്റ് ചെയ്യണ അനുസരിച്ച് നമുക്ക് പല ഡിസീസ് കണ്ടീഷനിലേക്കും അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ചേഞ്ചസ് നമ്മുടെ ബോഡിയിലും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ മെൻ്റൽ വെൽബീങ് ആസ് വെൽ ആസ് അവർ ഓവറോൾ ഹെൽത്ത് എല്ലാം ബെറ്റർ ആകാൻ തുടങ്ങും. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് കമ്പയർ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണ കാര്യം എന്ന് വെച്ചാൽ, ഈ ടോക്ക് കേട്ടവർ
ഞാൻ എവിടെ പോയി സംസാരിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻറ്ററിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലും മാത്രം ബാക്കി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് അത്രയും ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയണ. സോ വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ അതേഴ്സ് ലൈഫ് വെൻ വി റീവയർ അവർ നെറ്റ്വർക്ക്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഫാദർ ഓഫ് ദി നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ യു ഷുഡ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി ആ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ബെറ്റർ കണക്ഷനാക്കി മാറ്റും തോറും we will influence others as well as we will make changes in our family. അതുപോലെ നമ്മുടെ ഔറ ചേഞ്ച് ചെയ്യണ അനുസരിച്ച് ഫാമിലിയുടെ ആ ഒരു ബെറ്റർ ഔറയായിട്ട് മാറും. ആൻഡ് ദാറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി വിൽ ചേഞ്ച് ദ നേഷൻ. അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരം തന്ന ഓരോരുത്തരോടും നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു. ചക്രവാണി സാർ, ഒരു വാക്ക് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരു ടോക്കാണ് കേട്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ ടൈറ്റാനിക് പടം കണ്ടപ്പോഴാണ് ഇരുന്നിടത്തുനിന്ന് ശ്വാസം വിടാതിരുന്ന് കണ്ട പടം. ഇത് അതിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലും ഫോക്കസ് ചെയ്ത് അതിലും അറ്റൻറ്റീവ് ആയിട്ട് സാറിന്റെ ക്ലാസ് കേട്ടു. really excellent and very, very informative and helpful. Thank you so much for giving this wonderful talk. Thank you so much. സാറ് ഓഫ്ലൈനായിട്ട് ഒരു സെഷൻ ഞങ്ങൾക്ക് എടുത്തു തരുമോ എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അതിനോടൊപ്പം കൂടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വരുമോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി പുതുശ്ശേരി അച്ഛൻ അന്ന് എത്രത്തോളം പ്രശംസിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്. അത്രയും കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് റിച്ച് ആണ്. അറിയേണ്ട കാര്യമാണ് സാർ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പൊ സാറ് പ്രതീക്ഷിക്കുകയാണ് ഇനിയും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വരണം. ഒന്ന്, പിന്നെ ഒരു ഓഫ്ലൈൻ സെഷൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. എന്റെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഇപ്പൊ ഇതാവും. ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. ജയശ്രീ ചോദിച്ചോളൂ. വണ്ടർഫുൾ സെഷൻ എന്ന് പറഞ്ഞാലും എന്താ പറയുന്ന ഒരു പുഴ വീടിലൊഴുകണ മാതിരിയാണ് എനിക്ക് തോന്നിയത്. വളരെ വളരെ എനിക്ക് വിട്ടു പോകാൻ തോന്നില്ല. എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഗ്രാൻഡ് സൺ ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ സെഷൻ കേൾക്കുകയാണ്. 42 days ആയി. അതിനു മുമ്പേ ഞാൻ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ എല്ലാത്തിനും മാറി ഒരു ഫുൾ സെഷൻ എനിക്ക് പോവാൻ തോന്നുന്നില്ല. അത്രയും നല്ലൊരു സെഷൻ. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഇൻഫോർമേഷൻസ് കിട്ടി, ഒത്തിരി പൊടി തട്ടിയെടുക്കാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട്. നമ്മൾ ഇപ്പോഴാണല്ലോ നമ്മുടെ ഡിജിറ്റൽ കാരണം സ്ലീപ്പിന്റെ കുഴപ്പങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇതിനു മുമ്പ് നമ്മൾ പറയുന്നു ഏജ് റിലേറ്റഡ് ആകുമ്പോൾ സ്ലീപ്പ് കുറയും, കുറച്ച് ഏജിങ് ആകുമ്പോൾ സ്ലീപ്പ് കുറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് ഒരു ഇത് തരാനുള്ളത്? ഇവിടെ സാർ പറഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്കിപ്പോ ആക്ടിവിറ്റി കുറഞ്ഞാലും നമ്മുടെ ഇപ്പൊ ഷെയറിംഗ് മാറിയില്ലേ? ആക്ച്വലി എനിക്കൊരു PPT കാണണമായിരുന്നു. ഡിജിറ്റൽ അഡിക്ഷന്റെ പറഞ്ഞിരുന്നു ഗട്ട് ഡിസ്ബയോസിസ് ഇൻക്രീസസ് ദ ഇൻഫ്ലമേഷൻ എന്നുള്ള ആ PPT മാത്രം ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? ഡിജിറ്റൽ അഡിക്ഷൻ കഴിഞ്ഞപ്പോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ അല്ലേ? റെക്കോർഡിംഗ് ഉണ്ട്. അത് നോക്കിയാൽ മതി. എടുക്കണോ ഞാൻ PPT? റെക്കോർഡിംഗ് ഉണ്ട് സാറേ. ഓക്കെ. അതോ രാധാമണിക്ക് എക്സ്പ്ലനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ you have to just show it right now. It is a question. ഉറവ് യൂട്യൂബിൽ പോയിട്ട് ഉറവ് ഇട്ടിട്ട് ഇന്നത്തെ ആ വെബിനാർ സീരീസിന്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും.
അല്ല ഇത് സാറിന്റെ എക്സ്പ്ലനേഷനും കൂടി കിട്ടുമല്ലോ. ഏതായിരുന്നു? ഓക്കെ ഓക്കെ. Digital addiction followed by other gut dysbiosis and increase the inflammation എന്ന് പറഞ്ഞിരുന്നു. ആ, അപ്പം നമുക്ക് ഗട്ട് ഡിസ്ബിയോസിസ് വരുമ്പോഴത്തേക്കും ഇതിന് മുൻപുള്ളതായിരുന്നു. ഇതല്ലേ ലീഡ്സ് ടു ന്യൂറോ ഇൻഫ്ലമേഷൻ. എക്സാക്ട്ലി. അപ്പൊ ഗട്ടിൻ്റെ അകത്ത് ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ, അപ്പൊ നമുക്കൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. നമുക്ക് ആ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ പൂളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. കാരണം നമുക്ക് പാത്തോജനിക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്തോജനിക് ഓർഗാനിസത്തിനൊന്നും കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഗട്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അധികം കോവിഡ് വന്നില്ല. കാരണം ഈ കോവിഡ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ലൈനിങ് ഉള്ളവർക്കൊന്നും ഇതൊന്നും അത്ര പെട്ടെന്ന് പാത്തോജനിക് മൈക്രോബ്സിനൊന്നും കയറി നമ്മുടെ ഓരോരോ റീജിയൻസിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഗട്ട് ഡിസ്ബിയോസിസ് എന്നുള്ള കണ്ടീഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന്, സ്ലീപ്പ് ഈസ് എ മേജർ റീസൺ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്ന് ഉണ്ടാവും ഈ ഇംബാലൻസ് വരും. കാരണം നമുക്ക് ഇപ്പോൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്ബിയോസിലേക്ക് എത്തും. കാരണം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കണ്ടിന്യൂസ്ലി കഴിച്ചു കഴിഞ്ഞാൽ ഈ സിംബയോട്ടിക് ബാക്ടീരിയക്ക് പകരം പാത്തോജനിക് ബാക്ടീരിയയ്ക്ക് ഓവർ ക്രൗഡ് ചെയ്യണം. കാരണം ഈ സിംബയോട്ടിക് ബാക്ടീരിയ എല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിലാണ്. അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് ആ ഷിഫ്റ്റ് വരുമ്പോൾ അത് കൂടാതെ നമുക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇപ്പോൾ പെസ്റ്റിസൈഡ് എക്സ്പോഷർ ഇതെല്ലാം കൊണ്ട് ഡിസ്ബിയോസിസ് നടക്കും. അപ്പോൾ ഡിസ്ബിയോസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും ദർ ഇസ് എൻ ഇംബാലൻസ്. ആ ഇംബാലൻസ് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ പാത്തോജനിക് ബാക്ടീരിയയും മൈക്രോബ്സും ഓവർ ക്രൗഡ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് സ്മോൾ ഗ്യാപ്സ് ഇൻ ദ ഗട്ട് വിച്ച് ആർ കോൾഡ് ദ ലീക്കി ഗട്ട്. ഈ ലീക്കി ഗട്ടിലൂടെ ഈ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് പല ഓർഗൻസിലേക്ക് എത്തും. അത് ബ്രെയിനിലേക്ക് എത്തുമ്പോൾ അത് പല ബ്രെയിൻ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആവും. അത് ഹാർട്ടിലേക്ക് എത്തുമ്പോൾ കാർഡിയോവാസ്കുലർ അല്ലെങ്കിൽ ആർട്ടറിയോസ്ക്ലീറോസിസ് പോലത്തെ കണ്ടീഷൻ. പിന്നെ അങ്ങനെ ഓരോ ഓർഗൻസിലേക്ക് എത്തണനുസരിച്ച് ആ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇൻഫ്ലമേഷൻ ആണ് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ദിസ് ഡിസ്ബയോട്ടിക് കണ്ടീഷൻ. ഇതായിരുന്നു മാഡം ഉദ്ദേശം. ഡിഡ് ഐ എക്സ്പ്ലെയിൻ? യെസ് സർ, യെസ്. ഇതായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചക്രപാണി സാറേ, ഒരു ചോദ്യം ചോദിക്കട്ടെ. പകലുറക്കത്തിനെ കുറിച്ച് എന്താണ്, സ്ലീപ്പിനെ എങ്ങനെ എഫക്ട് ചെയ്യണത് ഈ ടൈം, സ്ലീപ്പ് ടൈം? ഇപ്പൊ പകലുറക്കം നാപ്പായി കഴിഞ്ഞാൽ അത് വളരെ ബെനിഫിഷ്യൽ ആണ് ബ്രെയിനിന്. അത് 10 തൊട്ട് 20 മിനിറ്റ്, മാക്സിമം പോയ അരമണിക്കൂർ, അതിൽ കൂടാതെ. കാരണം അത് ഉറക്കത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് രാത്രി എത്തണ വരെ നമ്മുടെ ബ്രെയിനിൽ മെലറ്റോണിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ മെലറ്റോണിൻ ലെവല് പിന്നെ ഭയങ്കരമായിട്ട് താഴത്തോട്ട് പോകും. പിന്നെ ആ മെലറ്റോണിൻ ലെവല് രാത്രി ആ പീക്കിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ രാത്രിയത്തെ ഉറക്കം പിന്നെ കോംപ്രമൈസ്ഡ് ആവും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷോർട്ട് നാപ്സ് ആർ റിയലി ബെനിഫിഷ്യൽ. പക്ഷെ അത് ഉറക്കത്തിലേക്ക് പോകരുത്. നമസ്കാരം സർ, ചോദിച്ചോട്ടെ? ഇപ്പോ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട്, കുറെ ഗവേഷണം നടത്തുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതും ഇതുമായിട്ട് കൂടുതൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ അത് കൂടി വരുന്നത്? അല്ല പണ്ടേ ഉള്ളതാണോ അത്? കുറെ കേൾക്കുന്നു. ഓക്കെ, എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും ഇപ്പൊ നേരിട്ട് ഈ ഗട്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് കണക്ഷനിലായിട്ടാണ് പറയണത്. കാരണം ഗട്ട് ഡിസ്ബിയോസിസ് ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഫോർ, കാരണം ഏതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എടുത്താലും ദ സ്റ്റാർട്ടിങ് പോയിന്റ് ഈസ് ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷനിലേക്ക് എത്തണത് ഒരു മേജർ റീസൺ ഈസ് ഡിസ്ബിയോസിസ് ആണ്.
അപ്പൊ അങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എല്ലാം ഇപ്പൊ നമുക്ക് നേരിട്ട് കണക്ഷൻ ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇതെല്ലാം വളരെ റീസെന്റ് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളൊന്നും അധികം ഇത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ലെ മെഡിക്കൽ ഇത് ഫെറ്റേണിറ്റി ഒന്നും വഴി അധികം അറിയാത്തത്. കാരണം കൂടുതൽ കാര്യങ്ങളും ഇപ്പൊ റിസർച്ച് കഴിഞ്ഞ് അതിന് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്നിട്ട് വേണം. എക്സാക്ട്ലി, ഞാൻ Thank you, അതുകൊണ്ടാണ് sir. നിങ്ങളോട് കീൻലി ചോദിച്ചത്. ഈ SLE എന്നൊരു അസുഖം എനിക്കുണ്ട്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാറിനോട് ഈ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചത്, ഈ ഗട്ട് ഡിസീസ്. ബിക്കോസ് Okay, now- എനിക്ക് മാക്സിമം ഉണ്ടാവാറുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത്. ഹയസ്റ്റ് പോസ്റ്റ് പോയി കഴിയുമ്പം ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്റെ ന്യൂറോൺസിനാണ് എഫക്ട് ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് എനിക്ക് മനസ്സിലായി ഈ ഗട്ടിൽ നിന്നാണ് ബേസിക്കലി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവരെന്നോട് ഫുഡ് പ്രോപ്പർ കഴിക്കൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഐ റിയലൈസ് ദാറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം മാഡം. സർ യെസ്. ചക്രവാണി സാർ അത് സ്ക്രീൻ ഒന്ന് മാറ്റിക്കൊള്ളു. സാർ ഒരു സംശയം കേട്ടോ സാറേ? ചോദിക്കൂ. അല്ല, ഔസർ സാറ് ചോദിക്കട്ടെ. ചക്രവാണി സാറേ, എനിക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ ഓരോന്ന്? ഒന്ന്, എനിക്ക് ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം? അതാണ് ആദ്യത്തെ. അതെ, ഇനി 2-3 ഉണ്ട്, ലൈനപ്പ് ആണ്. ഒരു കൊച്ചായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുമ്പോഴത്തേക്കും എന്താണ് ഇപ്പൊ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ ഫ്രീ റാഡിക്കൽസ് വരുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് സാധാരണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആന്റി ഓക്സിഡൻസ് ആണ് ഇതിന്റെ സ്കാവെഞ്ചേഴ്സ്. ഇപ്പൊ നമ്മൾ ഏതൊരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ബയോകെമിക്കൽ റിയാക്ഷൻ നടന്നുമ്പോഴത്തേക്കും ദർ വിൽ ബി ദീസ് ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ. ആ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ബ്രെയിനിലാണ് ഇത്രയും കൂടുതൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു ഏരിയ. അതുകൊണ്ടാണ് ബ്രെയിനിൽ ഇത്രയും ഫ്രീ റാഡിക്കൽ ജനറേഷൻ വന്നത്. അതിനെ സ്കാവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ഭക്ഷണം പറയണത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഇൻ ബ്രെയിൻ ആണോ, അതോ ബോഡിയിലാണോ? എൻറ്റയർ ബോഡിയിൽ ഉണ്ടാവും. പക്ഷെ ബ്രെയിൻ ഇത്രയും കൂടുതൽ ന്യൂറോൺസ് ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് ബ്രെയിനിലേക്ക് ഏറ്റവും കൂടുതൽ ജനറേഷൻ വരുന്നത് ബാക്കി ഏരിയാസിനെ അപേക്ഷിച്ച്. ഒരു സംശയം, താങ്ക് യു ഫോർ ദാറ്റ്. സെക്കൻഡ് എന്റെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ലീപ്പ് ഇൻഡ്യൂസ്മെന്റിന് വേണ്ടിയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വെൻ വി ഗ്രോ ഓൾഡർ, ഒരു ആൾക്കാരിൽ ഒരു പ്രവണതയുണ്ട് 2 സ്മോൾ അടിച്ച് കിടന്ന് ഉറങ്ങാം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. സാറിന്റെ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഓക്കെ, ആൽക്കഹോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി സ്റ്റഡീസ് ഉണ്ട്. ആൽക്കഹോളില് നമുക്ക് ആ പല ഡീപ്പ് സ്റ്റേജ് സ്ലീപ്പിന്റെ സ്റ്റേജസും ഡിസ്റ്റർബ്ഡ് ആവും. നമുക്ക് ഭയങ്കര ഡെപ്തിലേക്കുള്ള സ്ലീപ്പിന്റെ നമുക്ക് ഓൾറെഡി EEG മെഷർമെന്റ് വെച്ച് സ്റ്റഡീസ് ഉണ്ട്. ആ സ്ലീപ്പ് പാറ്റേണിൽ ചേഞ്ച് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറക്കമാണെന്ന് ചോദിച്ചാൽ അത് ഉറക്കമാണ്, പക്ഷേ ആ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് ചേഞ്ചിങ്. അപ്പൊ അതുകൊണ്ട് കഴിക്കണമെങ്കിൽ നേരത്തെ കഴിക്കുക, അല്ലാതെ കിടക്കണതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കോംപ്രമൈസിങ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മൂന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ ഇപ്പൊ ജങ്ക് ഫുഡിന്റെ കാലമാണ്. അതായത് സ്വിഗ്ഗി പോലുള്ള സ്ഥലത്ത് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ടേബിളിൽ സാധനം വരും. അപ്പോൾ ഇത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കൂട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സാറിന്റെ സ്റ്റഡീസും ഇതുമായിട്ട് സാർ എന്താ പറഞ്ഞത് ഇതിനെക്കുറിച്ച്? ഇതൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. ഒന്ന്, ജങ്ക് ഫുഡിലെ ഇപ്പൊ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാം. കാരണം നമ്മൾ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് എത്തിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം നമുക്ക് ഒരു മെഡിക്കേഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് മാനേജിങ് ദ ഡിസീസ് കണ്ടീഷൻ. അതിന് പകരം നമ്മൾ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഫൈബർ അടങ്ങിയ ഭക്ഷണം, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണം ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് കൂടാതെ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അത് നമ്മുടെ മൈക്രോബിയൽ പോപ്പുലേഷനെ ഷിഫ്റ്റ് ചെയ്യിക്കും. അതാണ് ഡിസ്ബയോസിസ് വരാനുള്ള ഒരു മേജർ റീസൺ. ഏറ്റവും കൂടുതൽ
ഗട്ട് കണ്ടീഷൻസ്. ഇപ്പം ഫാസ്റ്റ് ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരെ ആരെ വേണേലും പരിശോധിച്ചോ, ആഫ്റ്റർ എ ടൈം ദേ ഓൾ ഡെവലപ്പ് സം കൈൻഡ് ഓഫ് ഗട്ട് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അത് എന്താണ് ഇപ്പം നമുക്ക് IBS തൊട്ട് ഇപ്പോൾ IT സെക്ടേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് ബവൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനെല്ലാത്തിനും കാരണം ഈ ഫാസ്റ്റ് ഫുഡ് കൺസംഷൻ. അത് കൂടാതെ ഫാസ്റ്റ് ഫുഡ് വരുമ്പോൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യണ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ് വിൽ ബി ഇൻ അലൂമിനിയം ഫോയിൽസ്. അലൂമിനിയം ഒരു മേജർ കോസേറ്റീവ് ഫാക്ടറാണ് അൽഷീമേഴ്സ് പോലത്തെ കണ്ടീഷനിൽ. അത് ഓൾറെഡി അത്രയും കൂടുതൽ റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂട് സാധനങ്ങൾ എന്ത് അലൂമിനിയം ഇതിൻ്റെ അകത്ത് എടുത്താലും, അതുപോലെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് ചൂട് സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ്. ആ മൈക്രോ പ്ലാസ്റ്റിക്സ് നമുക്ക് ബ്രെയിനിൽ ഡിറ്റക്ട് ചെയ്തിട്ട് വരെയുണ്ട് ഈ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചിലെല്ലാം. അപ്പം അത്രയും കൂടുതൽ നമുക്ക് ബ്രെയിനിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തും. തലച്ചോറ് മാത്രമല്ല ഞാൻ പറയണ, ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യണോണ്ടാണ്, ബാക്കി എല്ലാ ഓർഗൻസിനെയും ഡിസ്റ്റർബ് ചെയ്യണ ഒരു മേജർ ഒരു ഫാക്ടറാണ് ഈ പാക്ഡ് ഫുഡ്സ്. നമ്മൾ ഓവറോൾ നമ്മുടെ വെൽബീയിങ്ങിന് പറയണത് വെള്ളത്തിന്റെ കണ്ടന്റ് നഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയണത്. എന്ന് വെച്ചാൽ അധികം നാൾ പ്രിസർവ് ചെയ്യാത്ത ഭക്ഷണങ്ങളും, അത് കൂടാതെ കുറേയും കൂടെ എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. കാരണം നമ്മൾ ഹൈ പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിലും ദാറ്റ് ലീഡ്സ് ടു ഡിസ്ബയോസിസ്. അപ്പോൾ മാക്സിമം നമുക്ക് അതൊക്കെ ലിമിറ്റ് ചെയ്ത് റെഗുലറായിട്ട് അല്ലെങ്കിലും നമുക്ക് ലിമിറ്റ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. കംപ്ലീറ്റ്ലി നമുക്ക് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ബെറ്റർ ഡയറ്റിലേക്ക് മാറാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് കേട്ടോ. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു സർ. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു. Sir, this helping bacteria and pathogenic bacteria. ഇത് മെഷർ ചെയ്യാൻ പറ്റും സാറേ? നമുക്കിത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ജീനോം സീക്വൻസിങ് ചെയ്യണ പോലെ നമുക്ക് ഹ്യൂമൻ ഗട്ട് മൈക്രോബയോം സീക്വൻസിങ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഇവിടെ സാമ്പിൾ തന്നാൽ നമുക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും വേണേൽ പരിശോധിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മളിപ്പോൾ പാർക്കിൻസൺ ശ്രീചിത്രയായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സ്റ്റഡി പാർക്കിൻസൺ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ സ്പൗസസിനെയാണ് നമ്മൾ കൺട്രോൾ ആയിട്ട് എടുത്തത്. അവരുടെ തമ്മിൽ ഈ മൈക്രോബിയൽ പോപ്പുലേഷൻ എത്ര ഡിഫറെൻ്റ് ആണെന്ന്. അപ്പോൾ പാർക്കിൻസൺ അൽഷീമേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ മൈക്രോബിയൽ പോപ്പുലേഷൻ ഷിഫ്റ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ സീക്വൻസിങ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കൾച്ചർ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അത്രയും കോടിക്കണക്കിന് മൈക്രോബ്സാണ് ഉള്ളത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫീക്കൽ സാമ്പിൾ അല്ലെങ്കിൽ ഗട്ടിൽ നിന്നുള്ള സാമ്പിൾ എടുത്തിട്ട് അതിനെ സീക്വൻസിങ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിൻ്റെ ജീൻ ലെവൽ സീക്വൻസിങ്, ജെനറ്റിക്സ് കംപ്ലീറ്റ് അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ആ ജീൻ ലെവൽ നമ്മൾ തിരിക്കുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ ബാക്ടീരിയൽ ടൈപ്സ് ഉണ്ടെന്ന് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനെ പഠിക്കുന്നത്. ഈ സാർ ഡിസ്പേഷ്യസ് പറഞ്ഞ പാത്തോജനിക് ബാക്ടീരിയ വരുന്ന അല്ലേ? അപ്പൊ അതിന് ഈ മെഡിക്കേഷൻ സാർ ഇത് സാധാരണ നമുക്ക് അത് ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം മെഡിക്കേഷൻ കഴിച്ചു കഴിഞ്ഞാൽ ആ മെഡിസിൻ അറിയില്ല അത് ബെനിഫിഷ്യൽ ആണോ ഹാംഫുൾ ആണോന്ന്. കാരണം ക്യാൻസറിന് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുമ്പോഴത്തേക്കും ഈ ലൈനിങ്ങിലുള്ള എല്ലാ മൈക്രോബ്സും പോവും. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് ആ ഭക്ഷണമൊന്നും പിടിക്കാത്തതും അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഒക്കെ നഷ്ടപ്പെടണം. കാരണം ഈ മൈക്രോബിയൽ ബെനിഫിഷ്യൽ ലൈനിങ് ഉള്ളിടത്തോളം കാലം നമ്മൾ സേഫാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസീസ് വേണേലും വന്നുവിടാം. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആവും, അല്ലെങ്കിൽ ഏത് ഡിസീസ് കണ്ടീഷനിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. താങ്ക് യു സർ. ഈ സീക്വൻസിങ്ങിന് എത്രയധികം സമയം എടുക്കും? ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ്, നോ? സീക്വൻസിങ് എന്താ റിസൾട്ട് കിട്ടാനായിട്ട് 1-2 ആഴ്ചയൊക്കെ എടുക്കും. കാരണം എന്ന് വെച്ചാൽ അത് ഫുൾ നമുക്ക് അത്രയും കൂടുതൽ ഇൻഫർമേഷനാണ് കിട്ടുന്നത്. കാരണം ഇതെല്ലാ ഓരോ ബാക്ടീരിയയുടെയും കംപ്ലീറ്റ് ജീൻ സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മളിത് അനലൈസ് ചെയ്ത് ഒരു ഡെൻഡ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഡാറ്റാബേസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം
ബാക്ടീരിയൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ. ഞാൻ അടുത്ത പ്രാവശ്യം പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ചെറിയൊരു ഡാറ്റ വേണേ കാണിക്കാം, എങ്ങനെയാണ് അതിന്റെ സീക്വൻസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള നമ്പർ ഓഫ് ബാക്ടീരിയ. ഓക്കെ, തീർച്ചയായിട്ടും വേണം. സാർ, ഡിസ്ബയോസിസിന് എതിരായിട്ടുള്ള ഒരു പോസിറ്റീവ് പ്രോസസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടോ? ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെനിഫിഷ്യൽ മൈക്രോബ്സ് ഉള്ളിടത്തോളം കാലം നമുക്കത് ഹാംഫുൾ വന്നതിനെ തടയാൻ പറ്റും. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഫെൻസ് ചെയ്തേക്കുന്ന ഒരു ഏരിയയിലേക്ക് മറ്റേ ഓർഗാനിസത്തിന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഡയറ്റും നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആകുമ്പോഴൊക്കെ ഈ ലൈനിങ്ങിൽ തകരാറ് വരും. ആ തകരാറ് വരുമ്പോൾ ആ പാത്തോജനിക്കിന് കയറാൻ എളുപ്പമായിരിക്കും, ആ ഫെൻസിങ് തകരാറാകുമ്പോൾ. അങ്ങനെയാണ് ഈ പാത്തോജനിക്ക് എല്ലാം ഉള്ളിലേക്ക് കയറുന്നത്. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ മെന്റൽ വെൽബീങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റണത്. സാർ, ഒരു കാര്യം പറഞ്ഞു, വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും ബ്രെയിനിന്റെ ഹെൽത്തിനെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫാസ്റ്റിംഗ് ഒക്കെ, വെള്ളം കുടിക്കാത്ത ഫാസ്റ്റിംഗ് ഒന്നും അഡ്വൈസ് അല്ലേ? വെള്ളം കുടിക്കാതെ കാരണം അത്രയും നമ്മുടെ ബ്രെയിൻ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പല കണ്ടീഷനും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിന്റെ എമൗണ്ട് കുറച്ചൊരു 1% കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോർട്ടിസോൾ ലെവൽ കൂടും. അപ്പോൾ കോർട്ടിസോൾ കൂടുന്ന അനുസരിച്ച് ഇൻഫ്ലമേഷനും കൂടും. അതനുസരിച്ച് നമ്മുടെ പല ഡിസ്റ്റർബൻസും സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ അറിയണത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ കണ്ടീഷൻ എല്ലാം പല ഓർഗൻസിനെ ബാധിച്ചു തുടങ്ങുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാരൊക്കെ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ പല കിഡ്നി ഡിസോർഡേഴ്സും ലിവർ സിറോസിസ് പോലത്തെ കണ്ടീഷൻ. ഇപ്പൊ ആൽക്കഹോളിക് ലിവർ സിറോസിനേലും കൂടുതൽ ഇപ്പൊ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ്, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ആണ്. അതിനെല്ലാത്തിനും കാരണം നമുക്ക് ഒന്ന് വെള്ളത്തിന്റെ ഇതും, അത് കൂടാതെ നമുക്ക് സർക്കുലേറ്റിംഗ് ഇൻസുലിൻ എന്ന് പറയും. അത് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് തിരുവാണിയൂർ പഞ്ചായത്തിൽ ചെയ്തത്, അവിടുത്തെ എല്ലാവരുടെയും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് അത് ലോവർ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡയബറ്റീസ് ഒക്കെ വന്നതിന് മുമ്പ് ആദ്യം വരുന്ന ചേഞ്ചസ് തന്നെ ഇൻസുലിൻ്റെ ലെവലിൽ ചേഞ്ചസ് വരും. ആ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൺട്രോളിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് വളരെയധികം കുറയാൻ തുടങ്ങി. അപ്പോൾ വെള്ളവും ഡയറ്റിലും ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധ അസുഖങ്ങളെല്ലാം കൺട്രോളിൽ കൊണ്ടുവരാം. സാർ, ഈ ലീക്കി ഗട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന സാറ് അൾസർ പോലുള്ള കാര്യങ്ങളാണ് ലീക്കി ഗട്ട്സ്? അൾസറേഷൻ ഒരു ലീക്കി ഗട്ടാണ്. അല്ലാതെ തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുമ്പോഴും അതിനെ ലീക്കി ഗട്ട് എന്നാ പറയണ. ഈ അൾസറേഷൻ വരണ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ലീക്കി ഗട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ സെൻസേഷൻസ് കൂടാൻ തുടങ്ങും. കാരണം ഈ ഒരു വിള്ളൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലേക്ക് കയറും. ആ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ റിയാക്ഷൻ വരും. ആ റിയാക്ഷൻ ആണ് പുറത്തേക്ക് അൾസറേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ അത് ലീക്കി ഗട്ടായിരിക്കും. ഈ ന്യൂജൻ കുട്ടികളെ രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങി ഇത് ഉറക്കക്കുറവുള്ള രീതിയിലാണല്ലോ, അത് അവരെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? അതുകൊണ്ട് ഇപ്പൊ 40 വയസ്സാകുമ്പോ തന്നെ ആൾക്കാർക്ക് മെമ്മറി ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ഞങ്ങൾ IT പാർക്കിലൊക്കെ ഇവിടെ സർവേ ചെയ്തപ്പോഴൊക്കെ മൂഡ് ഡിസോർഡേഴ്സും മൂഡ് സ്വിങ്സും, അത് കൂടാതെ ഏറ്റവും കൂടുതൽ പലതരം മെമ്മറി ഇഷ്യൂസ് ഒക്കെ വളരെ ഏർലി സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു 50% വരെ ഡീജനറേഷൻ നമ്മുടെ ബ്രെയിൻ ടോളറേറ്റ് ചെയ്യും. 50 തൊട്ട് 60% എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സിംറ്റമാറ്റിക് സ്റ്റേജ് എത്തും. അപ്പോഴാണ് ഈ പല ലക്ഷണങ്ങളും കാണിക്കണം. പണ്ടൊക്കെ ഒരു 50% എത്താനായിട്ട് നമുക്ക് 60-70 വയസ്സ് വേണ്ടി വന്ന് ഇപ്പൊ അത് 30-40 വയസ്സിൽ തന്നെ എത്തുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഇത് ഞങ്ങൾക്ക് ന്യൂറോ സയൻസിൽ ഗവേഷണം ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഫണ്ടിന് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ ആൾക്കാർക്ക് ഈ പലതരം ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇത് ജനങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും പ്രിവെൻഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ടോക്സ് നടത്തുന്നതൊക്കെ. ഈ ഇൻഫർമേഷൻ ഷുഡ് റീച്ച് ദ പബ്ലിക്. അത് നമ്മൾ
തന്നെ കെയർ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 100 years വി ക്യാൻ 100 ഇയറുള്ള സ്റ്റഡീസ് വരെ ഉണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മൾ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെമ്മറി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഇന്റർവെൻഷന് സ്കോപ്പില്ല. കാരണം പിന്നെ നമുക്ക് ആ ഉള്ള മെമ്മറി വെച്ച് ജീവിക്കേണ്ടി വരും. അതിനു മുമ്പ് നമ്മൾ എപ്പോൾ ഇന്റർവെൻഷൻ കൊണ്ടുവന്നാലും ഇപ്പോൾ ഒരു 40% നഷ്ടപ്പെട്ട സ്റ്റേജിലാണെങ്കിൽ തന്നെ ബാക്കിയുള്ള 60% കൂടുതൽ ബ്രാഞ്ചിങ് വരുത്തി നമുക്ക് ആ നഷ്ടപ്പെട്ട 40-ൻ്റെയും കൂടെ ഫംഗ്ഷൻ ഏറ്റെടുപ്പിക്കാൻ പറ്റും. സാറേ ഒരു സംശയം കൂടി ചോദിച്ചത് സാറേ, ഇപ്പൊ ഈ കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് അതിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് പറയുന്നു, ഈവൻ ഫിൽറ്റേർഡ് വാട്ടറിൽ വരെ. അത് സത്യമാണോ? മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്ക് എന്താണ് ലിവർ നമുക്ക് ആ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പലതും ഉണ്ട്. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മുടെ ലിവർ തന്നെ ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ ഈ ടോക്സിൻസ് എല്ലാം പല സർക്കുലേഷനിലൂടെ പലയിടത്തേക്കും എത്തും. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറച്ചു കൊണ്ടുവരിക. നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫ്ലമേഷൻ ഇല്ലാതെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീടോക്സിഫൈയിങ് കപ്പാസിറ്റി ഒക്കെ നമ്മുടെ ബോഡിക്ക് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറ്റണേന്ന് വെച്ചാൽ എൻവയോൺമെന്റ് ഇത്ര ടോക്സിൻസ് ഒക്കെ നിറഞ്ഞേക്കണേണ്. അതിന്റെ പുറമെ നമ്മളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് വരും. ആ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും ബോഡിക്ക് പ്രോപ്പറായിട്ട് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റില്ല. സാറേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാറേ? ഈ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് വിച്ച് ആർ ദി ഇൻഫ്ലമേറ്ററി സിഗ്നൽസ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ നമുക്ക് പലതരം ഇപ്പൊ ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യണ സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാല്, അത് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഡയറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അത് കൂടാതെ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ആ ഇൻഫ്ലമേറ്ററി സിഗ്നൽസ് സ്റ്റാർട്ട് ചെയ്യും. കോർട്ടിസോൾ, നേരത്തെ പറഞ്ഞ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യും. ഇതെല്ലാമാണ് ആ ഇൻഫ്ലമേറ്ററി സിഗ്നൽസിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇൻഫ്ലമേഷൻ കുറക്കാം. സംശയം ചോദിച്ചോട്ടെ സാറേ, ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മളെ ബാധിക്കുന്നുണ്ടോ? അതുപോലെ ഈ ഓവനിൽ ചൂടാക്കുക, എയർ ഫ്രയർ യൂസ് ചെയ്യുക, അതൊക്കെ എങ്ങനെയെങ്കിലും നമ്മളെ ബാധിക്കുന്നുണ്ടോ? അത് പലരും പറയുന്നുണ്ടല്ലോ, അത് എന്താ പറയാ കേടാണ് ആരോഗ്യത്തിന് എന്നുള്ളതിൽ. അതിലെന്തെങ്കിലും ശരിയുണ്ടോ? എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് ആ ഒരു ജീവനുള്ള ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലാണ് നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ച് ചെയ്യണ ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ പ്രോപ്പറായിട്ടുള്ള വൈറ്റൽ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് ഫുഡ്. ആ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി ആ ഫ്രഷ് ഫുഡിനും ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എനർജൈസ്ഡ് ആകണത്. ആ എനർജൈസേഷൻ നമുക്കിപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കഴിച്ചാൽ എനർജി ലെവൽ അത്രയും റൈസ് ചെയ്യാത്തതിന് കാരണം അതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നേരിട്ട് മാക്സിമം പോയാൽ ആ കുക്ക് ചെയ്തിട്ട് ഇത്ര നേരം കൊണ്ട് തന്നെ കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ, അല്ലെങ്കിൽ സാലഡ്സും അതുപോലെ തന്നെ പല നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ബോഡി ബെസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. മൈക്രോവേവ് ഫുഡിനെ കുറിച്ച് അതെല്ലാം മൈക്രോവേവ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബയോളജിക്കൽ ഏജിങ് ഫാസ്റ്റ് ആക്കണം. നമ്മളറിയില്ല ഈ ബയോളജിക്കൽ ഏജിങ് നടക്കുന്നത്. നമ്മളൊരു 40 വയസ്സാകുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ഏജ് 60 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പല ഡിസീസ് കണ്ടീഷനിലേക്ക് വരും. അതെല്ലാം ഈ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നതനുസരിച്ചാണ് നമുക്ക് സംഭവിക്കണം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഇപ്പൊ ഇമ്പോർട്ടൻസ് നമ്മൾ ഡയറ്റിന് തന്നെ കൊടുക്കണം. കാരണം ഡയറ്റിനനുസരിച്ചാണ് നമ്മുടെ ഏതൊരു ഓർഗനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അതിന് ഈവൻ ഫാസ്റ്റിംഗ് ഈസ് റിയലി ബെനിഫിഷ്യൽ ഫോർ അവർ സിസ്റ്റം. കാരണം ഇടക്ക് ഫാസ്റ്റ് ചെയ്യുക, അത് കൂടാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആ പ്രോജക്റ്റ് തിരുവാണിയൂർ പഞ്ചായത്തിൽ ചെയ്ത് തന്നെ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട്
ആരോടും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവർക്ക് എല്ലാവർക്കും ഫാറ്റി ലിവറിന്റെ പല സ്റ്റേജസിൽ ഉണ്ടായ ആൾക്കാരാ. അത് കഴിഞ്ഞിട്ട് അവരിൽ എത്രത്തോളം ചേഞ്ച് വന്നെന്ന് അവരുടെ ഓരോരുത്തരുടെയും വീഡിയോ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം അവരിൽ എത്ര ഇമ്പ്രൂവ്മെന്റ് വന്നെന്നുള്ള കാര്യം. അവരുടെ ബ്ലഡ് പ്രൊഫൈലിംഗ് മാറി. അവര് ബോർഡർ ലൈൻ ഡയബറ്റീസിലുള്ളവരെല്ലാവരും റിവേഴ്സായി. ഇതിനെല്ലാത്തിനും കാരണം ആ ഫാസ്റ്റിങ്ങും വാട്ടറും അതുപോലെ തന്നെ കറക്റ്റ് ഡയറ്റും ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് പറയണത് സൂര്യാസ്തമയം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം ഷട്ട് ഡൗൺ ചെയ്യണ പീരീഡാണ്. ആ സമയത്താണ് നമ്മൾ പോയി ഹെവി ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഇൻഫ്ലമേഷൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ അത് അൺഡൈജസ്റ്റഡ് ആയിട്ട് തന്നെ കിടക്കണം. കാരണം പിറ്റേ ദിവസം എണീക്കുമ്പോഴത്തേക്ക് അവരുടെ എനർജി ലെവൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ഹെവി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരിൽ രാവിലെ എണീക്കുമ്പോഴും ആ ലെത്താർജി ഫീൽ ചെയ്യും. അത് നമുക്ക് ഓരോരുത്തർക്കും പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി ഏതാണ് നമുക്ക് ബെറ്റർ എന്ന്. അപ്പൊ രാവിലെ ഉണർന്നാൽ ഭക്ഷണം കഴിക്കണ അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് ഇപ്പൊ ഏതാണ് മാഡം? ഞാൻ കേട്ടില്ല. ജയശ്രീ, അതായത് ഞാൻ ഇപ്പൊ ജനിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഓൾറെഡി ആ ഡ്യൂറിങ് ആയിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടല്ലോ സാർ. അപ്പൊ ഈവൻ അമ്മമാരൊക്കെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ മൊബൈൽ കാണുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അത് ആ കുട്ടികളെ എങ്ങനെയായിരിക്കും ഈ ഡിജിറ്റൽ അഫക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഒരു 10 വർഷം മുമ്പ് എത്ര കുട്ടികൾക്ക് ഒരു 10 years ആയിട്ട് നമ്മളെല്ലാരും തന്നെ നല്ലോണം 10 വർഷം മുമ്പ് എത്ര പേർക്ക് ADHD ഉണ്ടായി? അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു കുട്ടികള്? ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മൾ സൊസൈറ്റിയിലേക്ക്. ഇപ്പൊ ഞങ്ങളുടെ അതിന്റെ നേരിട്ട് എവിഡൻസ് കാണണമെങ്കിൽ മാഡം ഒരു ദിവസം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന നമ്മുടെ ഇവിടുത്തെ PhD സ്റ്റുഡൻസ് ചെയ്യണ റിസൾട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആനിമൽസിൽ നമ്മൾ ഡിസ്ബയോസ് ക്രിയേറ്റ് ചെയ്ത് ആ പ്രഗ്നന്റ് ആനിമൽസിൽ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് അവരുടെ ബ്രെയിൻ അവരുടെ പെർഫോമൻസ് നോക്കി. അവർക്ക് മെമ്മറി ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, അതുകൂടാതെ അവർക്ക് ആങ്സൈറ്റി ഡിസോർഡറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ ബ്രെയിൻ നോക്കിയപ്പോഴത്തേക്കും ആ ബ്രെയിനിൽ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ നേരത്തെ കാണിച്ച കൃഷ്ണപ്രിയയുടെ സ്റ്റഡിയിൽ അത് അഡൾട്ടിൽ വന്ന ചേഞ്ച് ആണ്. പക്ഷേ പ്രഗ്നൻസിയുടെ സമയത്ത് വന്ന ചേഞ്ചസ് ഋഷി എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഋഷികേഷ് എന്ന് പറഞ്ഞ ഒരു PhD സ്റ്റുഡൻറ്റ് ചെയ്യണ വർക്ക് അതാണ്. അത് ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാറ്റ എല്ലാം അവൈലബിൾ ആകും. കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ മാറ്റമാണ് പ്രഗ്നൻസിയുടെ സമയത്ത് സംഭവിക്കണം. അപ്പോൾ അതെല്ലാം കുട്ടികളിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ADHDയും ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറും ഇങ്ങനത്തെ പല കാര്യങ്ങളും കൂടണത് കുട്ടികളിൽ. ഓട്ടിസം തന്നെ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആന്റി ഓക്സിഡന്റ് ഫുഡിനെ സാർ ഒരു പൊതു ഡിഫിനേഷൻ പറഞ്ഞു, കളേർഡ് ഫുഡ്സ്. അപ്പൊ സാറേ ഗ്രീൻ വെജിറ്റബിൾസ് സാർ ഒന്ന് എല്ലാ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും അതുകൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലെല്ലാം ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അത് പിന്നെ omega-3 മാത്രമാണ് വെജിറ്റബിൾസിൽ നിന്നും കിട്ടാത്ത. അതാണ് നമുക്ക് ചില ഇതിൽ നിന്ന് കിട്ടും, നട്ട്സിൽ നിന്ന് കിട്ടും. അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിലേക്ക് മാറും വെജിറ്റേറിയൻസ് ആണെങ്കിൽ. അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങൾ, അതിൽ നിന്നാണ് omega-3 ഫാറ്റി ആസിഡ് കിട്ടണം. സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഈ അടുത്ത് കേട്ടതായിരുന്നു. ഞങ്ങളിവിടെ ഒരു പാർട്ടിസിപ്പന്റ് ഉണ്ട് പാലക്കാട് പുതിനാരം പ്രകൃതി ജീവന സമിതിയിൽ നിന്ന്, കൃഷ്ണ സറ്റൻ. മൂപ്പർ ഇതിലുണ്ട്. മൂപ്പർ വീക്ക്ലി വൺസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ സമിതി ഒരുമിച്ച്. അപ്പോ തൃശ്ശൂരിലെ വിജയകുമാർ സാർ നാച്ചുറോപ്പതിന്റെ ഇതുണ്ട്, എന്താ നമ്മളുടെ ചണവിത്തുകള് കുതിർത്തിട്ട് ആ വെള്ളം പിറ്റേ ദിവസം കൊടുത്താൽ അതും ചൂ ചെയ്ത് കഴിച്ചാൽ അതും omega-3 ഫാറ്റി ആസിഡിന്റെ സോഴ്സ് ആണ്. പങ്കുവെച്ചു. കുറച്ച് അങ്ങനത്തെ നാച്ചുറലിയും വെജിറ്റേറിയൻസിന് പറ്റണ omega-3 ഫാറ്റി ആസിഡിന്റെ സോഴ്സസ് ആണ് അതൊക്കെ. സാർ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. അത് ഏറ്റവും നല്ല പ്രോബയോട്ടിക് ഫുഡ് ഏതാണ് നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്തിന്, നല്ല ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് പറ്റിയ? ഏറ്റവും ബെസ്റ്റ്
നമ്മൾ നമുക്ക് കിട്ടിയേക്കണ മൈക്രോബിയൽ ഫ്ലോറ പ്രിസേർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്താ നമ്മൾ ആ ഭക്ഷണം, കാരണം ഈ ബാക്ടീരിയ എല്ലാം സർവൈവ് ചെയ്യണത് ആ ഫൈബർ അടങ്ങിയ ഭക്ഷണം യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ഭക്ഷണം കൊടുത്തിട്ട് തന്നെ ഇവരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൂടാതെ ഈ നഷ്ടപ്പെട്ടു പോണേനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്നും മോരാവെല്ലാം കഴിക്കാൻ ശ്രമിക്കുക. ലാക്ടോബാസിലസ് അതൊരു ജസ്റ്റ് ഒരു സ്പീഷീസ് കൊണ്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് അല്ല പറയണത്. കംപ്ലീറ്റ് നമ്മൾ നഷ്ടപ്പെടാതെ തന്നെ നോക്കണം. അത് കൂടാതെ കുറച്ച് കുറവ് തന്നെയാണ് റീപ്ലേസ് ചെയ്യാനായിട്ട് ദിവസവും മോര് കഴിച്ചു കഴിഞ്ഞാൽ ലാക്ടോബാസിലസ് കിട്ടി അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. Thank you, sir. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളോട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. പ്രായം കുറയ്ക്കാനും മെമ്മറി കൂട്ടാനും അസുഖം വരാതിരിക്കാനും ഉറക്കം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ആ മാന്ത്രിക വാക്യം സാറ് നമുക്ക് വളരെ സിമ്പിളായി പറഞ്ഞു തന്നു. ആൻഡ് ഇന്ന് നമ്മൾ മനസ്സിലാക്കി സ്ലീപ്പ് വരുന്നില്ല എന്നല്ല നമ്മുടെ പ്രോബ്ലം, ഫോൺ വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നതായിരുന്നു നമ്മുടെ റിയൽ പ്രോബ്ലം. യുവർ സെഷൻ വാസ് ട്രൂലി ഐ ഓപ്പണിംഗ് ആൻഡ് പ്രാക്ടിക്കൽ സർ. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഹോപ്പ്ഫുള്ളി ലാസ്റ്റ് സീൻ അറ്റ് 2 AM കുറഞ്ഞ് സ്ലീപ്പ് at 10 PM കൂടും എന്ന് തോന്നുന്നു. Thank you for sharing your valuable knowledge with us, sir. Thank you. Now let us invite Mr. Paul Padiatti, sir, Treasurer, PCTA Ernakulam and Program Coordinator to deliver the vote of thanks. Sir, please. ഗുഡ് ഈവനിങ്. ഈ April 1 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമാക്കി തന്നതിന് ചക്രപാണി സാറിനോട് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തുന്നു. ആക്ച്വലി ഇന്ന് April 1 ആണ്, ഏപ്രിൽ ഫുൾ ഡേ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പാസ്വേഡ് കയറി വന്ന് കുറേ പേരെ ബുദ്ധിമുട്ടിച്ചു. എന്നാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും PCTA പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. Thank you. Thank you, sir. Leave without it. Thank you, sir. Yes, sir. Thank you so much. Thank you. Good night. Good night. Good night.